സച്ചു ഇല്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണോ വേണ്ടേ എന്നൊരാലോചനയോടെ ബെഡിൽ കിടക്കുകയാണ് ശിവ. എന്നും പോകാറുള്ളത് കൊണ്ട് തന്നെ പോണമെന്നുണ്ട്. പക്ഷെ കൂടെ അവൻ ഇല്ലെങ്കിൽ പിന്നെ തനിച്ചവിടെ പോയി ഇരിക്കേണ്ടേ എന്ന് ഓർക്കുമ്പോൾ ഒരു വല്ലായ്മ. താഴെ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ബെഡിൽ ചാഞ്ഞുകൂടി കിടപ്പാണ് അവൻ. രുദ്രൻ കഴിച്ചോ? എല്ലാവർക്കുമുള്ള ഭക്ഷണം വിളമ്പുന്ന സുഭദ്രാമയെയും അവർക്കൊപ്പം സഹായത്തിനെന്നപ്പോൾ നിൽക്കുന്ന യാമിയും ഒന്ന് നോക്കിക്കൊണ്ട് രാജശേഖരൻ ചോദിച്ചു. ഇല്ല ശേഖരേട്ടാ, ഒരുമിച്ചിരിക്കാൻ വിളിച്ചാൽ അവൻ വരില്ലല്ലോ. സുഭദ്രാമ ഒരു നെടുവീർപ്പോടെ അയാളോട് പറഞ്ഞു. അങ്ങോട്ട് റൂമിലേക്ക് കൊണ്ടു കൊടുത്താൽ കഴിക്കും. യാമി മെല്ലെ പതിഞ്ഞൊരു സ്വരത്തിൽ അവരുടെ ആരുടെയും മുഖത്ത് നോക്കാതെ പറഞ്ഞു. ഹ, കഴിച്ചത് തന്നെ. എൻ്റെ യാമി, നമ്മളിവിടുന്ന് ഫുഡും എടുത്ത് അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ അവൻ അത് അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് റേറാവും. നിനക്ക് അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതൊന്നും പോരെ? ആ പറഞ്ഞത് നടന്നത് തന്നെ എന്നൊരു ഭാവത്തിൽ തനു യാമിയെ നോക്കി ചോദിച്ചതും ശേഖരനും അഭിയും അനിയും യാമിയുടെ കുനിഞ്ഞ മുഖത്തേക്ക് നോക്കി. സരസ്വതിയമ്മ കൊണ്ടു കൊടുത്താൽ മതി, കഴിച്ചോളും. യാമി മെല്ലെ സരസ്വതിയമ്മയെ നോക്കി പറഞ്ഞതും സരസ്വതിയമ്മ അവളെ നോക്കി എന്തോ ഒരർത്ഥം വെക്കലോടെ തലയാട്ടി. ആ, അങ്ങനെ പറ, അതവൻ കഴിക്കും. ഈ വീട്ടിൽ ആരോടെങ്കിലും ഇത്തിരി സ്നേഹം അവനുണ്ടെങ്കിൽ അത് സരസ്വതിയമ്മയോടാണ്. സരസ്വതിയമ്മേ, മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അവനുള്ള ഫുഡ് ഒന്ന് കൊണ്ടുകൊടുക്കൂ. തൻ്റെ മകനെ അവൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു സന്തോഷത്തിൽ സുഭദ്രാമ ഒരു ചിരിയോടെ സരസ്വതിയമ്മയെ നോക്കി പറഞ്ഞു. ഓ, അതിനെന്താ സുഭദ്രാമേ, ഞാൻ കൊണ്ടുകൊടുക്കാം. യാമിയൊന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് സരസ്വതിയമ്മ ഒരു പ്ലേറ്റ് എടുത്ത് ശിവയ്ക്കുള്ള ഭക്ഷണം വിളമ്പി മുകളിലെ റൂമിലേക്ക് നടന്നു. യാമി ഇരിക്കുന്നില്ലേ? താനും അവൾ ചോദ്യത്തോടെ നോക്കി. ഇരിക്കാം. പാടികൾ കയറുന്ന സരസ്വതിയമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ മെല്ലെ താനും ഇരിക്കുന്നിടത്ത് അടുത്തായി തന്നെ കഴിക്കാനായിരുന്നു. കുഞ്ഞോൾക്ക് വിളിച്ചിരുന്നില്ലേ? കഴിക്കുന്നതിനിടെ ശേഖരൻ അഭയും മാനിയും നോക്കിക്കൊണ്ട് ചോദിച്ചു. കുറച്ചു മുമ്പ് വിളിച്ചിരുന്നച്ചാ, കുഴപ്പമൊന്നുമില്ല, അവൾ ഹാപ്പിയാ. അഭി അച്ഛനെ നോക്കിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ശേഖരനൊന്ന് മൂളുക മാത്രം ചെയ്തുകൊണ്ട് കഴിപ്പ് തുടർന്നു. ഭക്ഷണം കഴിക്കാനിരുന്നെങ്കിലും യാമിയുടെ കണ്ണുകൾ മുകളിലെ റൂമിലേക്ക് തന്നെയായിരുന്നു. സരസ്വതിയമ്മ റൂമിൻ്റെ ഡോറിൽ മെല്ലെ ഒന്ന് തട്ടിക്കൊണ്ട് ശിവ വാതിൽ തുറക്കാനായി കാത്തുനിന്നു. ഡോറിൽ തട്ടുന്നത് കേട്ടെങ്കിലും ശിവ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ അടുത്ത നിമിഷം വാതിൽ തുറന്ന് അകത്തേക്ക് വരാൻ പോകുന്നവളെ പ്രതീക്ഷയോടെ നോക്കിക്കിടന്നു. സരസ്വതിയമ്മ വീണ്ടും ഡോറിൽ തട്ടിയതും ശിവയുടെ നെറ്റി സംശയത്തിൽ ചുളിഞ്ഞു. അവൻ മെല്ലെ എഴുന്നേറ്റ് ചെന്ന് ഡോർ തുറന്നു നോക്കിയതും കണ്ടു അവനുള്ള ഭക്ഷണവുമായി വന്ന സരസ്വതിയമ്മയെ. ഇതെന്ത് പറ്റി? സരസ്വനി റൂമിലേക്കുള്ള വഴിയൊക്കെ അറിയോ? ആളെ കണ്ടതും അവനൊരു കളിയാക്കി ചിരിയോടെ ചോദിക്കെ സരസ്വതിയമ്മ അവനെ കടന്ന് റൂമിലേക്ക് കയറി. കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം അവിടെ സൈഡ് ടേബിളിൽ വെച്ചു. ഇതെന്താ ഇന്നുവരെ ഇല്ലാത്തൊരു പരിപാടി? എന്തിനാ ഈ കാലും വെച്ച് ഇങ്ങോട്ട് കയറിയേ? കുറച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വന്ന് കഴിക്കില്ലായിരുന്നോ? ചോദിക്കുന്നതിനൊപ്പം അവൻ സരസ്വതിയമ്മയെ പിന്നാലെ ചെന്നു. എൻ്റെ കാലിൻ്റെ വേദനയൊക്കെ കുറഞ്ഞു കുഞ്ഞെ. കുഞ്ഞിവിടെ ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ ആ പെണ്ണിനെ അവിടെ മര്യാദയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ മനസ്സുറയ്ക്കുമോ? സരസ്വതിയമ്മ അലസമായൊരു ഭാവത്തിൽ ശിവയെ നോക്കി പറഞ്ഞു. അതെന്താ ആ പെണ്ണിനെ അങ്ങനെ കഴിക്കാൻ മനസ്സുറയ്ക്കാത്തത്? ചുണ്ടിലൊരു ചിരി ഒളിപ്പിച്ചു കൊണ്ട് അവനോട് ചോദിച്ചു. എൻ്റെ കുഞ്ഞി കെട്ടിയ താലിയല്ലേ അവളുടെ കഴുത്തിലുള്ളത്. എന്നിട്ടും എന്തിനാ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ അതിനോട് പെരുമാറുന്നത്? പാപല്ലേ കുഞ്ഞെ, ഉപദേശിക്കുവാണെന്ന് കരുതില്ലേ. ഞാനൊരു കാര്യം പറയാം. ആ മോൾക്ക് രുദ്രൻകുഞ്ഞിനെ ഒത്തിരി ഇഷ്ടമാണ്. അതിനെ തിരികെ സ്നേഹിച്ച് സന്തോഷമായി ജീവിച്ചൂടെ? സ്വന്തം അമ്മയുടെ അച്ഛൻ്റെ സ്നേഹം പോലും ശരിക്കും അനുഭവിച്ചിട്ടില്ലാത്ത പെണ്ണാണ്. സത്യം പറയാലോ, അഭിമോൻ അതിനെ താലി കെട്ടുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഇനിയെങ്കിലും അതിൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. പക്ഷെ അവിടെയും ഈശ്വരൻ അതിനെ കുടുക്കി. അവളെ അംഗീകരിക്കാൻ കഴിയാത്ത കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ ദൈവം അവളെ ചേർത്ത് വെച്ചു. ദൈവനിശ്ചയം ഇതാ കുഞ്ഞെ, അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ അംഗീകരിക്ക്. ഇനി അതല്ല അവളെ വേണ്ടെന്ന് തന്നെയാണോ കുഞ്ഞിൻ്റെ തീരുമാനം എങ്കിൽ അതിനെ അതിൻ്റെ പാട്ടിന് പറഞ്ഞേക്കണം. എവിടെയെങ്കിലും സമാധാനത്തോടെ ജീവിച്ചോട്ടെ. ശിവയുടെ മുഖത്തേക്ക് നോക്കാതെ ആ സൈഡ് ടേബിളിനടുത്ത് നിന്ന് അങ്ങും ഇങ്ങും തപ്പിത്തടഞ്ഞു നിന്നുകൊണ്ട് സരസ്വതിയമ്മ പറഞ്ഞു. എന്നിട്ട് അവളെ കണ്ടിട്ട് സരസു, ഈ പറഞ്ഞത്ര പാപമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലല്ലോ. കൊണ്ടുവന്ന് വെച്ച ഭക്ഷണം എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കും പോലെ അവൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞതും സരസ്വതിയമ്മ അവനെ ഇഷ്ടക്കേടോടെ ഒന്ന് നോക്കി. അത് കുഞ്ഞ് കണ്ണു തുറന്നു നോക്കാഞ്ഞിട്ടാ. ഇവിടെ എല്ലാവർക്കും യാമിമോൾ ഇഷ്ടമാണ്. കുഞ്ഞിനൊരാൾക്ക് മാത്രമേ പറ്റാകുകയുള്ളൂ. ഒന്നിച്ച് ജീവിക്കാനുള്ള ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ എന്തിനാ അതിനെവിടെ പിടിച്ചു നിർത്തുന്നേ? ബാത്റൂമിൽ കയറി കൈ കഴുകി കഴിക്കാനായി വന്നിരിക്കുന്നവനെ നോക്കിക്കൊണ്ട് സരസ്വതിയമ്മ ഒരു വിഷമത്തോടെ ചോദിച്ചു.
അതിന് ഞാനാണോ അവളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്? സരസുവിൻ്റെ മുതലാളിയല്ലേ? ശിവ ഭക്ഷണം കഴിച്ചുകൊണ്ട് ചോദിച്ചു. ആ ചോദ്യത്തിന് സരസ്വതി അമ്മയ്ക്ക് മറുപടി ഉണ്ടായില്ല. അവൻ പറഞ്ഞത് ശരിയാണ്. ശേഖരനാണ് യാമിയെ മരുമകളായി അംഗീകരിച്ചതും ഇവിടെ നിർത്തുന്നതും എല്ലാം. ശിവ അത് എതിർത്തിട്ടേ ഉള്ളൂ എപ്പോഴും. ഏതായാലും സരസുവിന് അവൾ ഇവിടുന്ന് പോകണമെന്ന ആഗ്രഹം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സരസു എൻ്റെ കൂടെ നിൽക്ക്. നമുക്ക് രണ്ടാൾക്കും കൂടെ എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് പുറത്താക്കാം. അവനൊരു തമാശ പോലെ പറഞ്ഞു. കുഞ്ഞിന് അവളെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ലേ അപ്പോൾ? അവരൊരു വിങ്ങലോട് ചോദിച്ചു പോയി. ശിവ ചുണ്ടിലൊരു ചിരിയോടെ അവരെ നോക്കി ഭക്ഷണം കഴിപ്പ് തുടർന്നു. തൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പച്ചക്കൊടി കിട്ടിയാൽ അത് ഈ വായിൽ നിന്ന് നേരെ ശേഖരൻ മുതലാളിയുടെ ചെവിയിലേക്കാവും എന്നവന് നന്നായി അറിയാം. ചിറക്കൽ രാജശേഖരനോടും കുടുംബത്തോടും അത്രയ്ക്ക് കൂറുള്ളവരാണവർ. സരസുവിന് എന്ത് തോന്നുന്നു? ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുമെന്നോ അതോ ഇല്ലെന്നോ? ശിവ സരസമായി ചോദിച്ചതും സരസ്വതിയമ്മ അവനെ നോക്കി മറുപടി ഇല്ലാതെ നിന്നു. ആ നിൽപ്പ് കണ്ടുകൊണ്ടാണ് ശിവ അവൻ്റെ ഭക്ഷണം കഴിച്ചു തീർത്തത്. കഴിച്ചു നിൽക്കാൻ തുടങ്ങിയതും ഒരു ജഗ്ഗിൽ വെള്ളവുമായി യാമി റൂമിലേക്ക് വന്നു. യാമി ഒന്നും മിണ്ടാതെ ജഗ്ഗും വെള്ളവും സൈഡ് ടേബിളിൽ അവർ വെച്ച് രണ്ടു പേരെയും ഒന്ന് നോക്കി നേരെ ബാത്റൂമിലേക്ക് കയറി. കണ്ടോ അവളുടെ അഹങ്കാരം കണ്ടോ? ഭർത്താവായി ഞാൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളവുമായി അവൾ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എനിക്കെടുത്ത് തരാനുള്ള മനസ്സ് അവൾ കാണിച്ചോ? ഇവളെയാണ് സരസു എന്നോട് ഭാര്യയെ കണ്ട് സ്നേഹിക്കാൻ പറഞ്ഞത്? ബാത്റൂമിലേക്ക് കയറിപ്പോയ യാമിയെ ഒന്ന് നോക്കിക്കൊണ്ട് ശിവ ചൊടിയോടെ സരസ്വതിയമ്മയോട് ചോദിച്ചു. ബാത്റൂമിൽ നിന്നും അവരുടെ ഈ സംസാരമൊക്കെ കേട്ട യാമി ശിവയുടെ ചോദ്യത്തിൻ്റെ താളത്തിലെ കൊഞ്ഞന കുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് കുടിക്കാനുള്ള വെള്ളം ഞാനെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇനി വേറെയും വെള്ളം വേണോ? സരസ്വതിയമ്മ ചൊടിയോടെ ചോദിച്ചു. എൻ്റെ സരസു, ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു തരാത്ത ഇവളെ ഞാൻ എങ്ങനെ അംഗീകരിക്കാനാണ്? എങ്ങനെ സ്നേഹിക്കാനാണ്? പറ്റില്ല, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ബാത്റൂമിൽ നിന്നിറങ്ങിയ യാമിയെ നോക്കി സരസ്വതിയമ്മയോടായി പറഞ്ഞുകൊണ്ട് അവൻ കൈ കഴുകാനായി എഴുന്നേറ്റു. യാമി അവനെ കണ്ണു കൂർപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് മെല്ലെ വഴി മാറിക്കൊടുത്തു. ഇതങ്ങനെ ഒന്നും നന്നാവുന്നതിനല്ല പെണ്ണെ. ഇവൻ്റെ കൂടെ ഒരു ജീവിതമൊന്നും നീ സ്വപ്നം കാണണ്ട. ശിവ കഴിച്ചു വെച്ച പ്ലേറ്റ് എടുത്ത് യാമിയെ നോക്കി മുഖം കടുപ്പിച്ചു പറഞ്ഞുകൊണ്ട് സരസ്വതിയമ്മ പുറത്തേക്ക് നടന്നതും യാമി വാടിയൊരു ചിരിയോടെ സരസ്വതിയമ്മയെ നോക്കി ബെഡ്ഷീറ്റ് നേരെ വിരിച്ചിട്ടു. ശരിക്കും നടക്കാൻ വയ്യാത്ത അതിനെന്തിനാടി മാമി ഈ പടി കയറ്റിയത്? കൈ കഴുകി വന്നവൻ സരസ്വതിയമ്മ പോയത് കാണെ ബെഡ്ഷീറ്റ് വിരിക്കുന്ന യാമിയെ നോക്കി അലസമായി ചോദിച്ചു. അങ്ങനെ കയറി വരണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരെയും പോലെ അവിടെ താഴെ വന്ന് കഴിക്കണം, അല്ലാതെ ഇവിടെ അടയിരിക്കല്ല വേണ്ടത്. യാമി അവനെ നോക്കാതെ ചൊടിയോടെ പറഞ്ഞു. ഞാനിതിനകത്ത് ഇന്നോ ഇന്നലെയും അടയിരിക്കാൻ തുടങ്ങിയതല്ല. പിന്നെ വിശക്കുമ്പോൾ അവിടെ അടുക്കളയിൽ വന്നെടുത്ത് കഴിക്കാൻ എനിക്കറിയാം. അല്ലാതെ അതെല്ലാം കൂടെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊടുത്തയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശിവയും ചൊടി ഒരല്പം പോലും കുറയ്ക്കാതെ പറഞ്ഞതും യാമി അവനെ മുഖം ചരിച്ചൊന്ന് നോക്കി. എന്തോ കുറച്ച് മുൻപത്തെ ആ ഓർമ്മയിൽ അവനെ നോക്കുമ്പോൾ വല്ലാത്തൊരു ചമ്മലും നാണക്കേടുമൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ലെന്ന ഭാവത്തിലുള്ള അവൻ്റെ പെരുമാറ്റം അവളുടെ വല്ലായ്മയെ കുറച്ചു. അമ്മ പറഞ്ഞിട്ടാ ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. യാമി മെല്ലെ പറഞ്ഞുകൊണ്ട് തലേണ നേരെ ഇട്ടുകൊണ്ട് അവൻ്റെ നോക്കി ബെഡിലേക്ക് ചേർന്ന് ചാഞ്ഞു നിന്നു. എന്തോ യാമിയുടെ നിൽപ്പും ഭാവത്തിലുമൊക്കെ ഒരു പതുങ്ങൽ വന്ന പോലെ തോന്നി ശിവയ്ക്ക്. ആ പതുങ്ങൽ എന്തുകൊണ്ടാണെന്ന് ഊഹിച്ചതും അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിയാൻ വെമ്പി നിന്നു. ഡ്രസ്സ് മാറുമ്പോൾ ഡോർ ലോക്ക് ചെയ്യാനുള്ള ബോധമില്ലേ നിനക്ക്? ശിവ ഒരു കാര്യഭാവത്തോടെ ചോദിച്ചുകൊണ്ട് അവളെ നോക്കി കസേരയിലേക്ക് ചാഞ്ഞിരുന്നതും യാമിയുടെ കണ്ണുകൾ ഒരു വെപ്രാളത്തോടെ പിടഞ്ഞുപോയി. ഒരു റൂമിലേക്ക് കയറുമ്പോൾ ഡോറിൽ തട്ടി അനുവാദം ചോദിക്കാനുള്ള ബോധം നിനക്കുണ്ടായില്ലല്ലോ? യാമി അവനെ നോക്കാതെ ചോദിച്ചു. പിന്നെ തട്ടിയും മുട്ടിയും അനുവാദം ചോദിച്ചിറങ്ങി വരാൻ ഇത് പുറത്താരുടെയും റൂമല്ല, എൻ്റെ സ്വന്തം റൂമാ. അത് മറന്നോ മാമി? അവനൊരു ചൂടിയോടെ ചോദിച്ചു. റൂമിൽ നീ മാത്രമല്ലല്ലോ ഉള്ളത്, ഞാനും കൂടെ ഇല്ലേ? അപ്പം അനുവാദം ചോദിച്ചിട്ട് വേണം കയറാൻ. യാമി ദേഷ്യം നടിച്ച് ബെഡിൽ കയറി ഇരുന്നു കൊണ്ട് പറഞ്ഞു. അതിന് നീ എൻ്റെ ഭാര്യയല്ലേ? ഭാര്യയുള്ള റൂമിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഭർത്താവ് അനുവാദം ചോദിക്കോ മാമി? അവനൊരു വഷളം ചിരിയോടെ ചോദിക്കുന്നതിനൊപ്പം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഡോർ ലോക്ക് ചെയ്തു. യാമി അവനെ കണ്ണ് കൂർപ്പിച്ചൊന്ന് നോക്കി. ശിവയുടെ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് മാത്രമായി. ചോദിക്കോ? ബെഡിൽ രണ്ട് കൈയും കുത്തി അവളുടെ അടുത്തേക്ക് കുനിഞ്ഞുകൊണ്ടവൻ ചിരിയോടെ വീണ്ടും ചോദിച്ചു. കഴുത്തിലൊരു താലി കെട്ടിയെന്ന് കരുതി ആരും ആരുടെയും ഭാര്യയും ഭർത്താവും ഒന്നും ആവില്ല. യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞതും ശിവ പൊടുന്നനെ ബെഡിലേക്ക് കയറി അവളുടെ മടിയിൽ തല വെച്ച് കിടന്നു. ശിവ എണീറ്റ്,
ഇതൊന്നും എനിക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ, മാറ്. യാമി സ്വല്പം ദേഷ്യത്തോടെ അവനെ തൻ്റെ മടിയിൽ നിന്ന് തള്ളി മാറ്റാൻ ശ്രമിച്ചു. മാമിയുടെ ഡയലോഗ്സിനൊന്നും ഇന്നലെ വരെ ഉണ്ടായിരുന്ന പവർ ഇല്ലല്ലോ മാമി, എന്ത് പറ്റി? അല്പം ബലം പിടിച്ചിട്ടാണെങ്കിലും അവൻ അവളുടെ മടിയിൽ തന്നെ തലവെച്ച് കിടന്നുകൊണ്ട് ചോദിച്ചതും യാമി അവനിൽ നിന്നും മറ്റെങ്ങോ നോട്ടം മാറ്റി. യാമി ഒന്നും മിണ്ടിയില്ല. ഇവനി കാണിക്കുന്നതൊക്കെ സ്നേഹമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ആലോചിച്ചു കൊണ്ടാണ് നിമിഷങ്ങൾ ഓരോന്നും മുന്നോട്ട് നീങ്ങുന്നത്. പ്രണയമാണെന്ന് കരുതി സന്തോഷിച്ചു തുടങ്ങുന്ന അടുത്ത നിമിഷം അവൻ തന്നെ വാക്കുകളാൽ അപമാനത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടും. മറ്റാരോടോ ഉള്ള ദേഷ്യമാണ് തൻ്റെ മേൽ അവൻ ചൊരിയുന്നത് എന്നറിയുമെങ്കിൽ പോലും അവൻ പറയുന്ന വാക്കുകൾ ഈയം ഉരുക്കി ഒഴിച്ചതുപോലെ ഹൃദയത്തെ പൊള്ളിക്കുന്നു. വാതിൽ തുറന്നപ്പോൾ നീ എന്തിനാടി ഒച്ചയിട്ടെ? ഞാനല്ലേ തുറന്നത്. അവനൊരു ചിരിയോടെ എന്നാൽ കുറച്ച് ചൂടിയോടെ അവളുടെ മടിയിൽ തലവെച്ച് ചെരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു. മറ്റെന്തൊക്കെ ആലോചിച്ച് നിന്നവളുടെ മനസ്സ് അവൻ്റെ ആ ചോദ്യം കേട്ടതും ഒന്ന് പിഴഞ്ഞു. നീ ആയതുകൊണ്ട് തന്നെയാ ഞാൻ ഒച്ചയിട്ടത്. യാമി ചൂടിയോടെ അവനെ മടിയിൽ നിന്നും തള്ളി മാറ്റാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. അതെന്താ അങ്ങനെ? ശിവ അവളുടെ കൈ രണ്ടും പിടിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. നീ ആള് ശരിയല്ല, അത് തന്നെ. യാമി വീർത്ത മുഖത്തോടെ പറഞ്ഞതും ശിവ അവളുടെ മുഖത്തേക്ക് മെല്ലെ നോക്കി. കണ്ണിലേക്ക് നോക്കണം എന്നായിരുന്നുവെങ്കിലും നോട്ടം മുടക്കിയത് അവളുടെ അധരങ്ങളിലായിരുന്നു. ഇളം റോസ് നിറത്തിൽ അത്രമേൽ ഭംഗിയുള്ള അധരങ്ങൾ. ഇന്നലെ വരെ തൻ്റെ കൂടെ കഴിഞ്ഞവളായിട്ടും തൻ്റെ കണ്ണുകൾ അവളെ ശ്രദ്ധിക്കാതെ പോയത് എന്തേ എന്നൊരു അത്ഭുതം തോന്നിപ്പോയി അവന്. ഇങ്ങനെ ചൂടാവാൻ വേണ്ടി ഞാനൊന്നും കണ്ടില്ല ഭാര്യ, സത്യം. ശിവ അവളുടെ കൈയെടുത്ത് അവൻ്റെ തലയിൽ വെച്ചുകൊണ്ടൊരു ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് നിന്റെ ഈ കെണി കണ്ടിട്ട് എനിക്ക് അങ്ങനെ അല്ലല്ലോ തോന്നുന്നത്. ആ ചിരി കാണെ യാമി അവൻ്റെ മുടി ശക്തമായൊന്ന് വലിച്ചുകൊണ്ട് ചോദിച്ചു. ആഹാ, അങ്ങനെ ചിരി നോക്കി കാര്യം മനസ്സിലാക്കാനൊക്കെ മാമിക്കറിയോ? എന്നാ പറ, ഞാൻ എന്താ കണ്ടേ, പറ. ശിവ അവളെ നോക്കി മലർന്ന് കിടന്നുകൊണ്ട് ചോദിച്ചും യാമി അവനെ മടിയിൽ നിന്നും ബെഡിലേക്ക് തള്ളിയിട്ട് കാല് മടക്കി ഹെഡ് ബോർഡിൽ ചാഞ്ഞിരുന്നു. എനിക്കറിയില്ല, നിന്റെ മാന്യതയൊക്കെ പോയി, നോട്ടവും സംസാരവും ഒക്കെ വേറെ രീതിയിലായിട്ടുണ്ട് ഇപ്പോൾ. അതത്ര നല്ലതല്ല, ഞാൻ പറഞ്ഞേക്കാം. യാമി അവനെ നോക്കി ഒരു വിരൽ ചൂണ്ടി ഒരു ഭീഷണി പോലെ പറഞ്ഞതും ശിവ കൂടുതൽ ആവേശത്തോടെ ബെഡിൽ എഴുന്നേറ്റിരുന്ന അവളെ നോക്കി. മാന്യതയില്ലാത്ത എന്ത് പരിപാടിയാ ഞാൻ എൻ്റെ ഭാര്യയോട് കാണിച്ചത്? ശിവ അവളുടെ തൊട്ടു മുന്നിലിരുന്ന ആ കണ്ണിലേക്ക് കണ്ണിമ്മ ചിമ്മാതി നോക്കിക്കൊണ്ട് ചോദിച്ചു. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ ശിവ. ശരിക്കും നിന്റെ മനസ്സിലെന്താ ശിവ? ഇങ്ങനെയൊക്കെ എന്തിനാ ചെയ്യുന്നത്? യാമി ഹൃദയം വിങ്ങിയൊരു ചോദ്യത്തോടെ അവനെ നോക്കി. അപ്പം ശരിക്കും നിനക്കെന്നെ മനസ്സിലാവുന്നില്ലേ? ശിവ അവളുടെ കവളിൽ മെല്ലെ തൊട്ട് ചിരിയോടെ ചോദിച്ചു. ഇല്ല, യാമി ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. എന്നാൽ എൻ്റെ മോള് തൽക്കാലം എന്നെ മനസ്സിലാക്കേണ്ട. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു കാലം ഇങ്ങനെ പോട്ടെ. ശിവ അവളുടെ അടുത്തേക്ക് കൂടുതൽ നീങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞതും യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കിയിരുന്നു. നിനക്കെന്നെ ഇഷ്ടമാണോ? യാമി ഒരു തരം വല്ലായ്മയോടെ എന്നാൽ ഇനിയും ചോദിക്കാതെ വയ്യെന്നൊരു തോന്നലിൽ അവനെ നോക്കി ചോദിച്ചു പോയി. ആണോ? ശിവ ചിരിയോടെ ആ ചോദ്യം അവളെ നോക്കി അതേപോലെ ആവർത്തിച്ചുകൊണ്ട് ചോദിക്കെ അവളുടെ കവളിൽ വെച്ചിരുന്ന അവൻ്റെ കൈകൾ മെല്ലെ ഇഴഞ്ഞ് അവളുടെ അധരങ്ങളിൽ മെല്ലെ തൊട്ടു നിന്നു. യാമി അവൻ്റെ കണ്ണിലേക്ക് ദയനീയമായി നോക്കി. പറ ഭാര്യ, എനിക്ക് നിന്നെ ഇഷ്ടമാണോ? ശിവയുടെ മുഖം അവളിലേക്ക് കൂടുതൽ അടുത്തു. നീ നന്നാവില്ല, എനിക്കറിയാം അത്. യാമി അവൻ്റെ കൈ തട്ടി തെറിപ്പിച്ചുകൊണ്ട് ബെഡിൻ്റെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു കിടന്നു. എടി മാമി, നീ ഈ BBA വരെ പഠിച്ചു എന്ന് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ? മിണ്ടി പറഞ്ഞിരുന്നു കൊതി തീരാത്തവൻ അവൾ കിടന്നതിലൊരു ഈർഷ്യയോടെ അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു. ഞാൻ നിന്നെപ്പോലെ കള്ളം പറയാറില്ല. വേണേ എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തു നോക്ക്, എല്ലാം ഭണത്താവിൻ്റെ കയ്യിലുണ്ടാവുമല്ലോ ഇല്ലേ? യാമി ചൊടിയോടെ തോളിൽ നിന്നും അവൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഓ, അതൊക്കെ കാശ് കൊടുത്താൽ നിൻ്റെ അച്ഛൻ രവീന്ദ്രനെ മേടിച്ചെടുക്കാൻ ഒരു പണിയുമില്ല. തന്നെ നോക്കാതിരിക്കുന്നവളുടെ മുഖം പിടിച്ചവന് നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അങ്ങനെ കാശ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നും എൻ്റെ അച്ഛനില്ല, പോടാ. യാമി വല്ലാത്തൊരു ചൂടിയോട് പറഞ്ഞു. എനിക്കുറപ്പില്ല. അല്ല, നീ കോളേജിൽ പോയി തന്നെയാണോ പഠിച്ചത് അതോ ഡിസ്റ്റൻസ് ആയോ? അവൻ സംശയത്തോടെ ചോദിച്ചു. അറിഞ്ഞിട്ടെന്തിനാ? യാമി കെറുവോടെ അവനെ നോക്കി. പറ ഭാര്യ, ചുമ്മാ. നീ ഇങ്ങനെ ട്യൂബ് ലൈറ്റ് ആയതിൻ്റെ കാര്യം കണ്ടുപിടിക്കേണ്ടേ എനിക്ക്? ശിവ ഒരു ചിരിയോടെ അവൾക്ക് അടുത്തേക്ക് നീങ്ങിയിരുന്നവളുടെ കൈ അവൻ്റെ കൈകളാൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ട്യൂബ് ലൈറ്റ് നിൻ്റെ മറ്റോളാ, ഞാനല്ല. ചെന്നൈ സെൻറ് തോമസ് കോളേജിൽ പോയി അന്വേഷിച്ച് നോക്ക്. 3 കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു.
യാമി അവനെ നോക്കി കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നൊരു ഈർഷ്യയോടെ പറഞ്ഞതും ശിവയുടെ ചുണ്ടിൽ തെളിഞ്ഞു നിന്നത് പുഞ്ചിരിയായിരുന്നു. വല്ലാത്തൊരു ചുടിയോടെ അവൾ ഓരോന്ന് പറയുമ്പോഴും അവൻ്റെ നോട്ടം അത് അവളുടെ ചുണ്ടുകളിലായിരുന്നു. ഒരിക്കൽ കൂടി ഒരൊറ്റ തവണ കൂടെ ആ ആദരങ്ങളെ സ്വന്തമാക്കാൻ അത്രമേൽ മോഹം കൂട്ടുന്നുണ്ട് അവന്. അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യത്തിലും മറുപടിയിലും അവൻ അവളുടെ അരികിലേക്ക് നീങ്ങി നീങ്ങി ചെല്ലുന്നുണ്ട്. പിന്നെ എന്തോന്നാടി മാമി നിന്റെ ഈ പൊട്ടത്തലയ്ക്കൊന്നും മനസ്സിലാവാത്തത്? ചോദിക്കുന്നതിനൊപ്പം അവൻ അവളുടെ മുഖം തഞ്ചത്തിൽ കൈക്കോമ്പിളിലാക്കി. അതെൻ്റെ തല പൊട്ടത്തലയായിട്ടല്ല, നിന്റെ സ്വഭാവം നന്നാവാഞ്ഞിട്ടാ. യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞതും ശിവ അവളെ നോക്കിയൊന്ന് കണ്ണിറുക്കി. ശരി, എൻ്റെ സ്വഭാവം ഇത്തിരി വിടക്കാം, സമ്മതിച്ചു. നിനക്കെൻ്റെ സ്വഭാവം മനസ്സിലാവുകയല്ലേ ഉള്ളൂ, അല്ലാതെ എന്നോട് വിശ്വാസക്കുറവ് എന്തെങ്കിലും ഉണ്ടോ? അവൻ ഒത്തിരി സ്നേഹത്തോടെ അവളോട് ചോദിച്ചതും ഒരല്പം ദേഷ്യം കുറച്ചവളില്ലെന്ന് തലയനക്കി. ആ മറുപടിയിൽ ശിവയ്ക്ക് ശരിക്കും എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത്. അതവൻ്റെ മുഖത്ത് അത്രയും തെളിമയോടെ പ്രകടമാവുകയും ചെയ്തു. അപ്പം എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വിശ്വാസമാണ് അല്ലേ? ശിവയുടെ മുഖം അവളുടെ അതരം ലക്ഷ്യമാക്കി അടുത്തുകൊണ്ട് ചോദിച്ചു. യാമി രവീന്ദ്രന് ശിവരുദ്ധിന് വിശ്വാസമാണ്. അടുത്തു വരുന്ന അവൻ്റെ കണ്ണിലേക്ക് നോക്കി യാമി അത് തിരുത്തി കൊടുത്തു. ശിവ ചിരിയോടെ ഒന്ന് തലയാട്ടി തൻ്റെ തള്ളവിരൽ അവളുടെ കീഴ്ച്ചുകൊണ്ടൊന്ന് തഴുകിയതും തൻ്റെ വയറിൽ മൂർച്ചയുള്ള എന്തോ ഒന്ന് കുത്തുന്ന പോലെ തോന്നി. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. തന്നെ നോക്കുന്നവളുടെ കണ്ണിലേക്കൊന്ന് നോക്കിക്കൊണ്ടവൻ മുഖം കുനിച്ചത് എന്താണെന്ന് നോക്കിയതും കണ്ടു. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ എടുക്കുന്ന ഒരു കുഞ്ഞു കത്തി തൻ്റെ വയറിന് നേർക്ക് കുത്തിപ്പിടിച്ചിരിക്കുന്ന അവളുടെ കൈകൾ. ഇതെന്താടി മമ്മി, വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട്? ശിവമുഖം ഒരു കൊട്ടയ്ക്ക് വീർപ്പിച്ചു കൊണ്ട് അവളെ നോക്കി ചോദിച്ചു. വിശ്വാസമൊക്കെയാണ് എന്ന് കരുതി മോൻ്റെ ഈ സൂക്കേടിന് ഞാൻ നിന്നു തരില്ല. അങ്ങോട്ട് നീങ്ങിയിരിക്ക്. അവളൊരു ഭീഷണിയോടെ പറഞ്ഞതും ശിവ അവളെ കണ്ണു കൂർപ്പിച്ച് നോക്കി. നോക്കി പേടിപ്പിക്കാതെ നീങ്ങിക്കിടക്കും മോനെ ശിവ. അവളൊരു വിജയഭാവത്തിൽ പറഞ്ഞതും ശിവയൊരു തലയാട്ടലോടെ എന്നും കിടക്കുന്ന പോലെ അവൻ്റെ സൈഡിലേക്ക് നീങ്ങിക്കിടന്നു. അവൻ്റെ ആ വീർത്ത മുഖം കാണി പൊട്ടി വന്ന് ചിരി അടക്കിക്കൊണ്ട് കയ്യിലുള്ള കത്തി മെല്ലെ തലയിണക്കടിയിലേക്ക് വെച്ച് യാമി മെല്ലെ കിടന്നു. ഡീ മാമി. യാമി കിടന്നതും കുറേ നേരം മിണ്ടാതെ കിടന്നവൻ മെല്ലെ അവളെ വിളിച്ചു. യാമി ഒരു ചോദ്യത്തോടെ മൂളി. നിന്റെ ബോഡി സ്ട്രക്ചർ കൊള്ളാം, എനിക്കിഷ്ടായി. പ്രത്യേകിച്ച് ആ വാരിയൽ കഴിഞ്ഞ ചുയിലേക്കുള്ളൊരു ഇതുണ്ടല്ലോ. എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കണ്ട കാഴ്ച ഓർത്തെടുക്കും പോലെ അവനൊരു താളത്തിൽ വിചാരിച്ചതും യാമി തീ പൊള്ളലേറ്റതുപോലെ പിടിഞ്ഞു എഴുന്നേറ്റിരുന്നവനെ നോക്കി. ഞാൻ കണ്ടു. ശിവ കാലിന്മേൽ കാല് കയറ്റി വെച്ച കാലിങ്ങനെ വിറപ്പിച്ചുകൊണ്ടൊരു കള്ളച്ചിരിയോടെ പറഞ്ഞതും നുരഞ്ഞു പൊന്തിയൊരു ദേഷ്യത്തോടെ അവന് നേർക്ക് ചവിട്ടാനായവൾ കാലുയർത്തിയതും ഒരുമിച്ചായിരുന്നു. പക്ഷെ ചവിട്ടുകൊള്ളും മുന്നേ ശിവ അവളുടെ കാല് രണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. ശിവ കിടക്കുന്നതിന് വിലങ്ങിനെയായി ബെഡിന് നടുവിലായി മുട്ടിന് താഴോട്ട് തൻ്റെ രണ്ട് കാലും അവൻ്റെ കൈക്കുള്ളിലായി യാമി മലർന്ന് കിടന്നുപോയി. ശരിക്കും നല്ല HD ക്ലാരിറ്റിയിൽ കണ്ടു. ശിവ അവളുടെ കാൽ വിരലുകൾ ഓരോന്നായി മെല്ലെ വലിച്ചു പൊട്ടിച്ചു. എൻ്റെ കാലിന്ന് വിടടത്തേണ്ടി, യാമി വെറിയോടെ പറഞ്ഞുകൊണ്ട് അവൾ നേരത്തെ വെച്ചിരുന്ന കത്തി എടുക്കാനായി കൈ നീട്ടിയതും അവളുടെ കണ്ണ് വെട്ടിച്ച് ശിവയെ അതെങ്ങനെയോ കൈവശപ്പെടുത്തിയിരുന്നു. ശിവ, നീ വിട്ടേ, എനിക്കുറങ്ങണം. രക്ഷപ്പെടാനുള്ള ആയുധം നഷ്ടപ്പെട്ടതും യാമിയുടെ സ്വരം ദയനീയമായി. വിളിച്ചിട്ടും വിളി കേൾക്കാതെ അവളുടെ കാലിനടിയിൽ മെല്ലെ ഇക്കിളിപ്പെടുത്തി ഹരം കൊള്ളുന്നവനെ നോക്കി അവൾ കൂടുതൽ ദയനീയമായി വിളിച്ചു. നീ വിട്ടേ, ഇന്നിങ്ങനെ കിടന്നുറങ്ങിക്കോ. കാണാൻ പാടില്ലാത്തതൊക്കെ കാണിച്ചു തന്ന് വേണ്ടാത്തത് ഓരോ തോന്നലുണ്ടാക്കിയിട്ട് ഒരിത്തിരി പോന്ന പേനാക്കത്തിയും വെച്ച് വിരട്ടുന്നു. ഇങ്ങനെ കിടക്ക്. എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പിടിച്ചു കിടന്നിട്ട് കുറേ കാലായി. കാലെങ്കിൽ കാല്. എൻ്റെ മോൾ ഉറങ്ങിക്കോ. മൃദുവാർന്ന അവളുടെ കാലുകൾക്ക് അത്രയും സുഖമുള്ളൊരു മസാജ് ചെയ്ത കാലുകളെ നെഞ്ചിൽ കയറ്റി വെച്ച് കിടന്നുകൊണ്ടവൻ പറയെ യാമി പലതവണ കാല് വലിച്ചു മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ആ ശ്രമമെല്ലാം പരാജയപ്പെട്ടു പോയി. പിന്നെ പിന്നെ മുഖത്തെ ദേഷ്യം മാറി അവളുടെ ചുണ്ടിലും ഒരു കുഞ്ഞു ചിരി ഒളിച്ചു നിന്നു. ആ രാത്രി അവളുടെ കണ്ണുകൾ മയക്കത്തിലേക്ക് വീഴുവോളം അവൻ്റെ കരുത്തുള്ള കൈകൾ ആ പാദങ്ങളെ തഴുകി താലോലിച്ചു. അതും അവൻ്റെ നെഞ്ചിൽ ചേർത്ത് വെച്ചുകൊണ്ട്. പുലരിയുടെ വെള്ളി വെളിച്ചത്തെ കീറി മുറിച്ചുകൊണ്ടൊരു കുളിർക്കാറ്റ് വീശിയതും അൻവി സച്ചുവിൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ പതുങ്ങിക്കിടന്നു. അവളുടെ ആ പതുങ്ങല അറിഞ്ഞാണ് സച്ചു മെല്ലെ കണ്ണു തുറക്കുന്നത്. തന്നെ കെട്ടിപ്പിടിച്ച് തൻ്റെ നെഞ്ചിലെ തല ചായ്ച്ച് കിടക്കുന്നവളെ കാണെ അവൻ്റെ ഹൃദയം പ്രണയത്താൽ നിറഞ്ഞു. എന്നും കണ്ടിരുന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമായൊരു സന്തോഷത്തോടെ അവൻ അവളുമായി ഒന്ന് ചെരിഞ്ഞു കിടന്ന് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി. തന്നിലുള്ള സച്ചുവിൻ്റെ പിടുത്തം മുറുകിയതും അൻവി ഒരു പിടപ്പോടെ അവളുടെ കണ്ണുകൾ തുറന്നവനെ നോക്കി. ഒത്തിരി നേരമായ സച്ചുവേട്ട? കഴുത്തിലേക്ക് മുഖം പോറ്റി അവൻ്റെ മുടിയിൽ മെല്ലെ തഴുകിക്കൊണ്ടവൾ ചോദിച്ചു. സച്ചു ഇല്ലെന്നൊരു മൂളലോടെ അവളെ ഇറുക്കി പുണർന്ന് കച്ചത്തിൽ മുഖം അമർത്തി ചുംബിച്ചു.
മാറിക്കേ, അമ്മ എണീറ്റിട്ടുണ്ടാവും. കുഞ്ഞോളൊരു ചിണുങ്ങലോടെ അവനോട് പറഞ്ഞു. കുറച്ചു നേരം കൂടി. സച്ചുവിൻ്റെ മുഖം അവളുടെ കഴുത്തിലാകെ ഇഴഞ്ഞു തുടങ്ങി. സച്ചുവേട്ടാ വേണ്ട, എണീറ്റേ. കുഞ്ഞോളൊരു പിടച്ചിലോടെ അവൻ്റെ മുഖം പിടിച്ചു വെച്ചു. ടൈം ആയിട്ടില്ലടി പെണ്ണെ, കുറച്ചു നേരം. വേറൊന്നുമില്ല, ഇങ്ങനെ കിടന്നാൽ മതി. സഞ്ജു ഒരു കെഞ്ചലോടെ അവളിലേക്ക് തന്നെ മുഖം പോഴ്ത്തി. കുഞ്ഞോളൊരു ചിരിയോടെ അവനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടന്നു. നിമിഷങ്ങൾ മുന്നോട്ട് നീങ്ങി അവൻ്റെ കൈകൾ അവളിലാകെ അയഞ്ഞു തുടങ്ങിയതും അവളൊരു ചിരിയോടെ അവനിൽ നിന്നും അകന്നു മാറി എണീറ്റിരുന്നു. സമയമായില്ലെന്ന്. അമ്മയൊന്നും എണീറ്റിട്ട് പോലും കാണില്ല. വാ പ്ലീസ്. അവൻ അവളെ നോക്കി കെഞ്ചി. വേണ്ട, അമ്മ എണീറ്റിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, വീട്ടിലേക്ക് പോണ്ടേ. അനു അവനെ നോക്കി ചിരിയോടെ ചോദിക്കെ സച്ചു ഒരു തലയിണയും കെട്ടിപ്പിടിച്ചവളെ നോക്കി കിടന്നു. വിവാഹം കഴിഞ്ഞ് അധികം വിരുന്നുകളൊന്നും വേണ്ടെന്ന് വെച്ചത് സച്ചു തന്നെയാണ്, പ്രത്യേകിച്ച് അവൻ്റെ കുടുംബത്തിൽ. കാരണം കുഞ്ഞോളുടെ മനസ്സ് വിഷമിക്കും വിധം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എന്നത് തന്നെ. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് ചിറക്കിലേക്ക് പോകും, എന്നിട്ട് നാളെ രാവിലെ തിരിച്ചിങ്ങോട്ട്. അത് കഴിഞ്ഞ് ഒരാഴ്ചത്തെ അവധിയിൽ ചെറിയൊരു ഹണിമൂൺ ട്രിപ്പ്. ഇത്രയേ ഉള്ളൂ ഇപ്പോഴുള്ള പ്ലാൻ. എണീറ്റ് പോയി ഫ്രഷായി വാ, ഞാൻ ചായ എടുക്കാം. തന്നെ നോക്കി കിടക്കുന്നവനെ നോക്കി അവൾ സ്നേഹത്തോടെ പറഞ്ഞു. എന്നാൽ എൻ്റെ പൊന്നൊരു ഉമ്മതാ, അതെങ്കിലും ഇല്ലാതെ എങ്ങനെയാടി? സച്ച് പരിഭവം പോലെ അവളെ നോക്കി പറഞ്ഞതും കുഞ്ഞോളുമല്ല അവൻ അരികിലേക്ക് കുനിഞ്ഞവൻ്റെ നെറ്റിയിലൊരു മുത്തം കൊടുത്തു. ഒന്നൂടെ സച്ച് പറഞ്ഞു. അവൾ അവൻ്റെ മുഖം പിടിച്ചിരു കവിളിലും ഉമ്മ കൊടുത്തു. ഇനിയും. സച്ചുവിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. കുഞ്ഞോളവൻ്റെ മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടി തുടങ്ങിയതും ഇനി ഞാൻ എന്നൊരു പറച്ചിലോടെ സച്ചു അവളെ വലിച്ച് ബെഡിലേക്ക് തന്നെ മറിഞ്ഞു. മുഖത്തും കഴുത്തിലുമായി അവൻ്റെ മുഖം പരാക്രമം കാണിച്ചതും കുഞ്ഞോളൊരു പൊട്ടിച്ചിരിയോടെ അവനെ എതിർത്തു കൊണ്ടിരുന്നു. ശിവ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ മോളെ? രാവിലെ അടുക്കളയിൽ കോഫി കുടിക്കുകയായിരുന്ന യാമിയെ നോക്കി സുഭദ്രാമ്മ സംശയത്തോടെ ചോദിച്ചു. ഉണ്ടെന്നാ തോന്നുന്നത്. എങ്ങോട്ടോ പോകാനായി ഒരുങ്ങുന്നുണ്ട്. യാമി അമ്മയെ നോക്കി മെല്ലെ പറഞ്ഞതും സുഭദ്രാമ്മയ്ക്ക് പിന്നിൽ വന്ന് നിൽക്കുന്ന അജുവിനെ അവൾ കണ്ടു. എനിക്കൊരു കോഫി കിട്ടുമോ? അജു സ്വാഭാവികമായി ചോദിച്ചതും യാമി മെല്ലെ ഒരു കപ്പിൽ കോഫി ഒഴിച്ച് അവന് നേർക്ക് നീട്ടി. അജു അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ആ കോഫി വാങ്ങി ചുണ്ടോട് ചേർത്തു. നീ ഇന്നലെ എവിടെയായിരുന്നു അജു? നിനക്കാരാ വാതിൽ തുറന്നു തന്നത്? സുഭദ്രാമ്മ അവനോടായി ചോദിച്ചു. ഒരു പാർട്ടി ഉണ്ടായിരുന്നു വല്യമ്മേ, വരാൻ ലേറ്റായി. അബിയ ഡോർ തുറന്നു തന്നത്. കുഞ്ഞോളും സച്ചുവും ഇന്ന് വരില്ലേ? അവൻ യാമിയൊന്ന് നോക്കിക്കൊണ്ട് തിരക്കി. വരും. അതാ ഞങ്ങൾ പറയുന്നത്. ശിവയില്ലാതെ സച്ചുവിന് ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാവില്ലേ? സുഭദ്രാമ്മ ആരോടെന്നില്ലാതെ പറഞ്ഞതും അജു യാമിയൊന്ന് നോക്കി. രുദ്രൻ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ യാമി? അവൻ യാമിയെ നോക്കി ചോദിച്ചു. എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല, റെഡിയാവുന്നുണ്ട്. യാമി അവനെ നോക്കി അലസമായി മറുപടി പറഞ്ഞു. യാമിയോട് പറഞ്ഞില്ലേ എങ്ങോട്ടാ പോകുന്നതെന്ന്? അജു സ്വാഭാവികമായി ചോദിച്ചു. നല്ല കാര്യമായി. നീ ഈ വീട്ടിലൊന്നും അല്ലേ അജു? അവനെ കുട്ടിയോട് കടിച്ചു കീറാതെ എന്തെങ്കിലും സംസാരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അജുവിൻ്റെ ചോദ്യത്തിന് സുഭദ്രാമ്മയാണ് മറുപടി പറഞ്ഞത്. ഞാൻ വെറുതെ ചോദിച്ചതാ വല്യമ്മേ, എനിക്കറിയാം. അജു ഒരു ചിരിയോടെ ഹാളിലേക്ക് ചെന്ന് സോഫയിലിരുന്നു. ശിവയ്ക്കുള്ള കോഫിയുമായി റൂമിലേക്ക് നടന്ന യാമി സിറ്റൗട്ടിൽ നിന്നും അകത്തേക്ക് വരുന്ന ലിയയെ കണ്ട് അവിടെ തന്നെ നിന്നു. സർ പോയിട്ടില്ലല്ലോ? ലിയ തെല്ലൊരു തിരക്ക് ഭാവിച്ചുകൊണ്ട് യാമിയെ നോക്കി ചോദിച്ചു. ഇല്ല, റെഡിയാവുന്നുണ്ട്. യാമി അവളെ നോക്കി ചെറിയൊരു ചിരിയോടെ മറുപടി പറഞ്ഞു. സർ പോകുന്നതിന് മുന്നേ എനിക്ക് ഫയൽസ് സാറിനെ കൊണ്ടൊന്ന് സൈൻ ചെയ്യിപ്പിക്കണമായിരുന്നു. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? മുകളിലെ യാമിയുടെയും ശിവയുടെയും ബെഡ്റൂമിലേക്ക് കണ്ണ് കാണിച്ചുകൊണ്ട് ലിയ അവളോട് ചോദിക്കെ സോഫയിൽ ഇരുന്നിരുന്ന അജുവും റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന ശേഖരനും ലിയയും യാമിയും നോക്കി. ഞാൻ സൈൻ ചെയ്യിപ്പിച്ചു കൊണ്ടുവന്നാൽ മതിയോ? യാമി അവളോട് ചോദിച്ചു. എന്തോ ഈയിടെയായി ലിയക്ക് തന്നോടുള്ള മനോഭാവം തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല യാമിക്ക്. സോറി യാമി, ഇതൊരു കോൺഫിഡൻഷ്യൽ ഫയലാണ്. സാറിനെ നേരിട്ട് ഏൽപ്പിക്കണം. ലിയ പെട്ടെന്ന് പറഞ്ഞതും ശേഖരൻ്റെ മുഖഭാവം ആകെ മാറി. സാറും പി എയും ഒക്കെ ഓഫീസിൽ. ഈ വീട്ടിൽ അതൊന്നും പറ്റില്ല. ഇവിടെ വെച്ച് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതവൻ്റെ ഭാര്യയെ ഏൽപ്പിക്ക്, അവൾ കൊടുത്തോളും. ശേഖരൻ്റെ പരുക്കമാർന്ന സ്വരം അവിടെ ഉയർന്നതും ലിയ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അവൾ ശേഖരനെ അവിടെ കാണുന്നത്. അല്ല സർ, രുദ്രൻ സർ പറഞ്ഞതാ മറ്റാരെയും ഏൽപ്പിക്കരുത്, നേരിട്ട് കൊടുക്കണമെന്ന്. ലിയ ഒരു പരങ്ങലോടെ ശേഖരനെ നോക്കി പറഞ്ഞു. എൻ്റെ കയ്യിൽ തരരുതെന്ന് ശിവ പറഞ്ഞോ? യാമി ഒരു മൂർച്ചയോടെ ലിയയെ നോക്കി ചോദിക്കെ അജുവിൻ്റെ കണ്ണുകൾ യാമിയുടെ നേർക്ക് സംശയഭാവത്തിൽ തിരിഞ്ഞു. പറഞ്ഞു. ലിയ തനിക്ക് ചുറ്റുമുള്ളവരെ നോക്കി നെഞ്ചിടിപ്പോടെ ഒരു കള്ളം പറഞ്ഞു. വാ. അടുത്ത നിമിഷം തന്നെ യാമി ലിയയെ വിളിച്ചുകൊണ്ട് പടികൾ കയറി ശേഖരൻ ഒരു ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു.
ആജു പക്ഷേ ഒരു സംശയത്തോടെ യാമിയും ലിയയും കയറിപ്പോയ വഴിയെ നോക്കി നിന്നു. ലിയയോട് യാമി ചോദിച്ച ആ ചോദ്യത്തിൽ രുദ്രൻ ഒരിക്കലും ലിയയോട് അങ്ങനെ പറയില്ല എന്നൊരു ഉറപ്പുള്ളത് പോലെയാണ് അവന് തോന്നിയത്. മുകളിലേക്ക് അധികം കയറാറില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ താൻ അവർക്ക് പിന്നാലെ ചെന്നാൽ അത് സംശയമുണ്ടാക്കും. പ്രത്യേകിച്ച് അഭിയും മേലെയില്ല. അല്ലെങ്കിൽ അവൻ അടുത്തേക്ക് പോകുന്നതായി ഭാവിച്ചെങ്കിലും ഒന്ന് പോകാമായിരുന്നു. അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാത്തൊരു അസ്വസ്ഥതയോടെ അവൻ അവിടെ ഹാളിൽ തന്നെ ഇരുന്നു. ഞാൻ വിളിക്കാം. റൂമിലേക്ക് കയറും മുന്നേ യാമി ലിയയെ നോക്കി സ്വാഭാവികമായ എന്ന ഒരു ചൂടിയോടെ പറഞ്ഞുകൊണ്ട് കോഫിയുമായി റൂമിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ലിയ റൂമിലേക്ക് കാണും വിധം ഡോറിന് സൈഡിലേക്ക് ചേർന്ന് നിന്ന് പറഞ്ഞു പോയ കള്ളമോർത്ത് ചെറിയൊരു പേടിയുണ്ടെങ്കിലും ശിവയും യാമിയും തമ്മിൽ അത്ര നല്ലൊരു ബന്ധത്തിലല്ല എന്നുള്ള അറിവ് അവൾക്ക് ധൈര്യം നൽകി. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഏതോ ഒരു ബ്രാൻഡഡ് പെർഫ്യൂം സ്പ്രേ ചെയ്യുമ്പോഴാണ് യാമി റൂമിലേക്ക് കയറിയത്. ലിയ വന്നില്ലേടി മാമി? ഡോർ ആരോ തുറന്നെന്ന് കാണെ ശിവ തിരിഞ്ഞു നോക്കാതെ അവളോട് ചോദിച്ചു. വന്നു. യാമി കോഫിയുമായി അവന് തൊട്ടു മുന്നിൽ പോയി നിന്നു. എങ്ങോട്ടാ യാത്ര? ഓഫീസിലേക്കല്ലേ? അവനെ നോക്കി തെല്ലൊരു മൂർച്ചയോടെ ചോദിച്ചതും പുറത്തു നിന്ന് ലിയ കണ്ണെടുക്കാതെ അവരെ നോക്കി നിൽക്കാൻ തുടങ്ങിയിരുന്നു. അല്ല, ഒരു മീറ്റിംഗ് ഉണ്ട്. ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചു വരും. ഇതെനിക്കല്ലല്ലോ. തന്നെ പഠിക്കും പോലെ കോഫിയുമായി ചാഞ്ഞു നിൽക്കുന്നവളുടെ നിൽപ്പിൽ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു പോയവൻ അവളുടെ ചുണ്ടിലൊന്ന് നുള്ളിക്കൊണ്ട് ചോദിച്ചു. അല്ല, എനിക്കാ. ഇടങ്ങണ്ണാൽ പുറത്തു നിൽക്കുന്ന ലിയയുടെ കണ്ണുകൾ ശിവയുടെ ആ പ്രവൃത്തിയിൽ മിഴിഞ്ഞു പോയത് കാണെ യാമിയുടെ കണ്ണിൽ ഒരു വിജയഭാവം തെളിഞ്ഞു. അവളൊരു കുസൃതിയോടെ അവനെ നോക്കി മറുപടി പറഞ്ഞു. ആ, എന്നാ കുഴപ്പമില്ല. അവൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന കോഫി കപ്പ് വാങ്ങി ചുണ്ടോട് ചേർത്ത് കൊണ്ടവൻ അവളിലേക്ക് മുഖം അടുപ്പിച്ചു വന്നതും യാമി പിന്നിലേക്ക് ചാഞ്ഞു നിന്നു. നിന്റെ പേന കത്തി എന്തേ? അവനൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. എന്തേ? എൻ്റെ കയ്യിലുണ്ട്, എടുക്കണോ? യാമി അവൻ്റെ നെഞ്ചിൽ കൈവച്ച് മെല്ലെ പിന്നോട്ട് തള്ളിക്കൊണ്ട് ചോദിച്ചു. ഇപ്പോൾ ടൈമില്ല, നമുക്ക് വന്നിട്ടൊരു കൈ നോക്കാം. അല്ല, ലിയ തന്ന ഫയൽ എവിടെ? എടുക്ക്, സൈൻ ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ. കോഫി കപ്പ് യാമിയുടെ കയ്യിൽ തിരികെ പിടിപ്പിച്ചു കൊണ്ടവൻ കബോർഡിന് നേർക്ക് തന്നെ എന്തോ എടുക്കാനായി തിരിഞ്ഞു. ഓ, അത് ഭയങ്കര കോൺഫിഡൻഷ്യൽ ഫയലല്ലേ? നമ്മുടെ കയ്യിൽ തന്നാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് നിന്റെ പിയെ നേരിട്ട് വന്നിട്ടുണ്ട്. പോയി വാങ്ങിച്ചോ. ഡോറിനരികിൽ ആകെ വിളറി വെളുത്ത് ഉരുകി ഒലിച്ചു നിൽക്കുന്ന ലിയയെ നോക്കി യാമി പറഞ്ഞതും ശിവ സംശയത്തോടെ യാമിയെ നോക്കി. അവളുടെ നോട്ടം ഡോറിന് നേർക്കാണ് പോകുന്നത് എന്ന് കണ്ടതും അവൻ്റെ നോട്ടവും അങ്ങോട്ടേക്കായി. പുറത്ത് ചിരിക്കണോ അതോ കരയണോ എന്ന അറിയാത്തൊരു ഭാവത്തിൽ ഫയലുമായി നിൽക്കുന്ന ലിയയെ കണ്ടതും ശിവയുടെ മുഖം അതുവരെ ഇല്ലാത്തൊരു ഗൗരവത്തിലായി. യാമിയൊന്ന് നോക്കിക്കൊണ്ടവൻ മെല്ലെ ലിയയുടെ അരികിലേക്ക് ചെന്നു. ഗുഡ് മോർണിംഗ് സർ. സൈഡ് ടേബിളിൽ ചാഞ്ഞു നിൽക്കുന്ന യാമിയെ പേടിയോടെ ഒന്ന് നോക്കിക്കൊണ്ടവൾ ശിവയെ വിഷ് ചെയ്തു. മോർണിംഗ്. ശിവ അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ കൈ നീട്ടി ആ ഫയൽ വാങ്ങി അത് മറിച്ചു നോക്കി. വെയിറ്റ് ഹിയർ. അവളെ നോക്കാതെ തന്നെ പറഞ്ഞുകൊണ്ടവൻ തിരികെ റൂമിലേക്ക് നടന്നു. ആ പേനയൊന്ന് എടുത്തേടി മാമി, ഷെൽഫിലുണ്ട്. ഫയൽ മറിച്ചു നോക്കി സൈഡ് ടേബിളിലേക്ക് കുനിഞ്ഞു നിൽക്കെ അവൻ യാമിയോടായി പറഞ്ഞു. ഓ, കോൺഫിഡൻഷ്യൽ ഫയലിൽ സൈൻ ചെയ്യാനുള്ള പേന ഞാനെടുത്താൽ ശരിയാവില്ല. രുദ്രൻ സർ തന്നെ നേരിട്ടെടുത്തോ. താൻ പറഞ്ഞ കള്ളത്തെക്കുറിച്ച് യാമി എങ്ങാനും ശിവയോട് പറയുമോ എന്നൊരു നെഞ്ചിരിപ്പോടെ നിൽക്കുന്ന ലിയയെ നോക്കി യാമി കെറുവോടെ പറഞ്ഞതും ശിവയെ അവളെ സംശയത്തോടെ നോക്കി. എന്താടി മാമി? നെറ്റി ചുളിച്ചവളെ നോക്കി മുഖം വീർപ്പിച്ച് നിൽക്കുന്നവളുടെ ഇടുപ്പിലൊന്ന് നുള്ളിക്കൊണ്ടവൻ ഷെൽഫിന് അടുത്തേക്ക് ചെന്ന് പേനയെടുത്ത് വന്ന് സൈൻ ചെയ്ത് യാമിയുടെ കയ്യിലേക്ക് ഫയൽ വെച്ച് കൊടുത്ത് അവളുടെ കയ്യിൽ നിന്നും കോഫി കപ്പ് വാങ്ങി ചുണ്ടോട് ചേർത്തതും യാമിയുടെ കണ്ണുകൾ പിന്നെയും ലിയയെ ഒന്ന് നോക്കി. ഏത് നേരത്താണോ അങ്ങനെയൊരു കള്ളം പറയാൻ തോന്നിയത് എന്നൊരു ദയനീയതയോടെയാണ് ഇപ്പോൾ ലിയയുടെ നിൽപ്പ്. നോക്കി നിൽക്കാതെ അതങ്ങ് കൊടുക്ക് ഭാര്യ. ശിവ ഒരു താളത്തിൽ പറഞ്ഞുകൊണ്ട് ചാർജ് ചെയ്യാൻ വെച്ച് അവൻ്റെ മൊബൈൽ എടുക്കാനായി നടന്നതും യാമി ആ ഫയലുമായി ലിയയുടെ നേർക്ക് ചെന്നു. സോറി മാം. ശിവ കേൾക്കാത്ത വിധം ലിയ അങ്ങേയറ്റം പരിഭ്രമത്തോടെ പറയെ യാമി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ ഫയൽ അവൾക്ക് നേരെ നീട്ടി. ലിയക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നിപ്പോയി. ഒരിക്കൽ പോലും യാമിയുമായി ശിവയ്ക്ക് ഇത്രയും അടുപ്പമുണ്ടെന്ന് അവൾ ചിന്തിച്ചിരുന്നില്ല. ഇപ്പോൾ താൻ കാണുന്ന അവരുടെ ഈ പെരുമാറ്റവും വീട്ടുകാർക്ക് മുന്നിൽ വെച്ചവൻ യാമിയോട് കാണിക്കുന്ന പെരുമാറ്റവും ഓർത്തവൾക്കാകെ തല പെരുക്കും പോലെ തോന്നി. ആ ഒരു ആലോചനയോടെയാണ് അവൾ താഴേക്ക് നടന്നത്. ലിയ താഴേക്ക് വരുന്നത് കണ്ടതും അത് തെല്ലൊരാവേശത്തോടെ എഴുന്നേറ്റു. സൈൻ ചെയ്ത് തന്നോ? അവൻ മെല്ലെ ലിയയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. യെസ് സർ, തന്നു. മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് ഒപ്പിക്കൊണ്ട് ലിയ അവനെ നോക്കി മറുപടി പറഞ്ഞുകൊണ്ട് ഒരു തരം തിടുക്കത്തോടെ പുറത്തേക്ക് നടന്നു. ശരിക്കും രുദ്രൻ തന്നോട് പറഞ്ഞോ യാമിയുടെ കയ്യിൽ ഫയൽ കൊടുക്കരുതെന്ന്? ആജു അവളെ വിടാൻ ഭാവമില്ലാതെ ചോദിച്ചു. അത് സർ അങ്ങനെയല്ല.
മറ്റൊരാളുടെയും കയ്യിൽ ഫയൽ കൊടുക്കരുതെന്ന് സർ. ഇവിടെ എന്തൊരു സംസാരം? ലിയ അത്രയും പരിഭ്രമത്തോടെ അജുനെ നോക്കി പറഞ്ഞു വന്നതും പടികൾ ഇറങ്ങി വന്ന ശിവ അവളെയും അജുനെയും കൂർമ്മതയുള്ളൊരു നോട്ടത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ശിവയ്ക്ക് പിന്നിൽ വന്ന യാമി ലിയയെ ഒന്ന് നോക്കി. ലിയയുടെ മുഖത്തെ പേടിയും വെപ്രാളവും ഇപ്പോൾ ശരിക്കും ആ മുഖത്ത് നോക്കിയാൽ കാണാം. അവളീ ഭയപ്പെടുന്നത് ശിവയാണെന്നതും യാമിക്ക് ഉറപ്പാണ്. ഇവിടെ ആരുടെ കയ്യിലും നിന്റെ ഓഫീസിലെ ഫയൽ ഏൽപ്പിക്കരുത് എന്ന് നീ പറഞ്ഞത് കൊണ്ട് പറയാ. നിന്റെ ഓഫീസിലെ ഫയൽസ് നോക്കി നിന്റെ പ്ലാനുകൾ ചോർത്തിയിട്ട് വേണ്ട ഇവിടെ ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ. അതൊന്നും ഓർത്താ കൊള്ളാം. അജു പാകം നിറഞ്ഞൊരു ചിരിയോടെ ശിവയെ നോക്കി പറഞ്ഞതും ശിവയ്ക്ക് ആദ്യം ശരിക്കും ഒന്നും മനസ്സിലായില്ല. പിന്നെ ലിയയും അവളുടെ കയ്യിലെ ഫയലും യാമി കുറച്ചു മുന്നേ റൂമിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ കൂട്ടി വായിച്ചപ്പോൾ അവന് കാര്യം പിടികിട്ടി. വന്നതും തുടങ്ങിയതും മുന്നിലോ പിന്നിലോ എന്നല്ലല്ലോ മോനെ, കാര്യം ഇപ്പോൾ ആര് മുന്നിൽ നിൽക്കുന്നു എന്നതാണ്. അങ്ങനെ നോക്കിയാൽ ഇന്നിപ്പോൾ ഈ ശിവരുത് നിൽക്കുന്നത് നിന്റെയൊക്കെ നെഞ്ചത്ത് ചവിട്ടി തന്നെയാ. പിന്നെ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടെ പറയുന്നു, കഴിയുന്നതും സ്വന്തം കാര്യം നോക്കി നിൽക്കണം. എൻ്റെയോ എന്നെ കാണാൻ വരുന്നവരുടെ കാര്യത്തിൽ ഇടപെട്ട് ചൊറിച്ചിലെടുക്കാൻ നോക്കിയാൽ കയ്യും കെട്ടി അത് കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതിനെ ആരായാലും ലിയ ചെല്ല്. അജുനെ നോക്കി രൂക്ഷമായി പറയുന്നതിനൊപ്പം സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയവൻ അവിടെ ഇരിക്കുന്ന ശേഖരനെ കണ്ടതും അച്ഛനിട്ടൊരു തട്ടുകൂടെ വാക്കുകളിൽ കൊണ്ടുവന്നു. ഓഫീസും ജോലിയും ജോലിക്കാരിയും ഒക്കെ ശരിയാ, പക്ഷേ ചിറക്കൽ രാജശേഖരൻ്റെ കുടുംബത്തിൽ കയറിയ ആളാവാൻ നോക്കിയ രണ്ടാമത് ഈ പടി കയറാൻ വരാൻ കാല് കാണില്ലെന്നൊന്ന് പറഞ്ഞു കൊടുക്കണം എൻ്റെ മോൻ്റെ ജോലിക്കാർക്കൊക്കെ. സിറ്റൗട്ടിലേക്ക് വന്ന ശിവയെ നോക്കി ശേഖരൻ വല്ലാത്തൊരു ശൗര്യത്തോടെ പറഞ്ഞുകൊണ്ട് കസേരയിൽ ചാഞ്ഞിരുന്നതും ശിവയുടെ നോട്ടം പോയത് ലിയയുടെ നേർക്കാണ്. ചുവന്ന് കലങ്ങി നിൽക്കുന്ന അവളുടെ കണ്ണുകൾ കണ്ടതും എന്തോ ഒന്ന് ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ശിവമല്ലേ ബാൽക്കണിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയതും ലിയയെ നോക്കി നിൽക്കുന്ന യാമിയാണ് അവൻ കണ്ടത്. അതോടെ പ്രശ്നം യാമിയും ലിയയും തമ്മിലാണെന്ന് മനസ്സിലായി. എന്നെ തേടി ഇങ്ങോട്ട് വരുന്നവരുടെ കാലൊടിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല, അതാരും മറക്കണ്ട. ശിവ അച്ഛനെ നോക്കാതെ മെല്ലെ മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. എന്താടാ, നീ എന്നെ തല്ലുവോ? ശേഖരൻ്റെ ശബ്ദം ശിവയുടെ നേർക്ക് പെട്ടെന്ന് ഉയർന്നതും യാമി ഞെട്ടിപ്പോയി. അടുക്കളയിൽ നിന്നിരുന്ന സുഭദ്രാമ്മ കയ്യിലെ തവി താഴെയിട്ടൊരു വെപ്രാളത്തോടെ ഉമ്മറത്തേക്ക് വന്നു. പറയടാ, എന്നെ തല്ലുവോ? ശേഖരൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ശിവയുടെ നേർക്ക് ചെന്നു. തല്ലാതിരിക്കാൻ മാത്രം എനിക്ക് ഈ വീട്ടിൽ ആരോടും ഒരു ബന്ധവും ഇല്ല. ശിവ നുരിഞ്ഞു പൊന്തിയൊരു ദേഷ്യം കഴിവതും അടക്കി ശബ്ദം താഴ്ത്തി പറഞ്ഞതും ശേഖരൻ്റെ നെഞ്ചിൽ ഒരു കരിങ്കല്ല് വന്ന് വീണതുപോലെ തോന്നി. ശിവ! സുഭദ്രാമ്മ ഒരു നടുക്കത്തോടെ ശിവയെ വിളിച്ചെങ്കിൽ യാമിയുടെ കണ്ണുകൾ ശേഖരനിലായിരുന്നു. തനിക്ക് വേണ്ടിയാണ് ഇന്ന് അച്ഛൻ ശബ്ദം ഉയർത്തിയത് എന്നവൾക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഇതിൽ കൂടുതലൊന്നും ആ അച്ഛനോട് അവൻ പറഞ്ഞു പോകലെന്നൊരു നെഞ്ചിരിപ്പോടെ മറ്റൊന്നും ചിന്തിക്കാതെ അവൾ അവനെ തടയാനെന്നോണം അവൻ്റെ അരികിലേക്ക് നടന്നു. ഞാൻ പറഞ്ഞതാ എൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ആരും ഇടപെടേണ്ടെന്ന്. പിന്നെയും അത് തന്നെ ചെയ്താ ഞാൻ വാ അടച്ച് മിണ്ടാതിരിക്കില്ലമ്മേ. ശേഖരൻ്റെ സ്വരം പോലെ ശിവയുടെ ശബ്ദം ദേഷ്യത്തിൽ ഉയർന്നതും യാമി അവൻ്റെ അടുത്തേക്ക് എത്തും മുന്നേ നിന്നുപോയി. താൻ കാരണം അവിടെ സംഭവിക്കുന്ന ആ ബഹളം കാണാൻ ലിയ ശരിക്കും കരച്ചിലിൻ്റെ വക്കത്തെത്തി. എന്താ ചെയ്യേണ്ടത്, ആരോടെന്താ പറയേണ്ടത് എന്നറിയാത്തൊരു ദയനീയാവസ്ഥയിൽ അവൾ നിന്നു. ഞാനും മിണ്ടാതിരിക്കില്ലടാ. നിന്നെ പേടിച്ച് എനിക്ക് പറയാനുള്ളത് പറയാതെ വാ അടച്ചിരിക്കുമെന്ന് എൻ്റെ മുൻ സ്വപ്നത്തിൽ പോലും കരുതണ്ട. ശേഖരൻ കാലിയോട് ശിവയുടെ നേർക്ക് ചെന്നതും സുഭദ്രാമ്മ അയാളെ പിടിച്ചു വെച്ചു. വേണ്ട, ആരും മിണ്ടാതിരിക്കേണ്ട. ഞാൻ കേൾക്കെ പറഞ്ഞ ആർക്കായാലും വേണ്ട മറുപടി ഞാൻ തരും. എൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. തെല്ലുപോലും കൂസലില്ലാതെ ശിവയും പറഞ്ഞു. ശിവ, നീയൊന്ന് വാ അടയ്ക്കുന്നുണ്ടോ? നീ അത് ആരോടാ ചാടിക്കയറുന്നേ? ശേഖരനെ ബലമായി പിടിച്ചു വെച്ചൊരു ശാസനയോടെ സുഭദ്രാമ്മ അവനോട് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ, എൻ്റെ നേർക്ക് ഇങ്ങോട്ട് വന്നതാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ടൊന്നും വാ അടച്ചിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ഇവളെന്നെ അന്വേഷിച്ച് ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ മറ്റാരും ഇടപെടേണ്ട. ശിവ അമ്മയുടെ മുഖത്ത് നോക്കി തീർത്തു പറഞ്ഞു. ഇതേ സമയം അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടും കേട്ടും തികഞ്ഞ മനസ്സംതൃപ്തിയോടെ അജു അവൻ്റെ റൂമിലേക്ക് നടന്നു. ശമ്പളം കൊടുത്ത് കൂടെ നിർത്തുന്നവളെ എങ്ങനെ വില കൽപ്പിക്കണമെന്ന് മാത്രം പഠിച്ചാൽ പോരടാ. നീ താലി കെട്ടിയൊരു പെണ്ണി വീട്ടിലുണ്ട്. അതിൻ്റെ കണ്ണുനീര് കാണാനുള്ള മനസ്സ് വേണം. പിടിച്ചു വെച്ച സുഭദ്രാമ്മയുടെ കൈകളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ശേഖരൻ ശിവയുടെ തൊട്ടുമുന്നിൽ ചെന്ന് നിന്ന് പറഞ്ഞു. താലി കെട്ടിയെന്ന പേരിൽ നിങ്ങൾ കൈ പിടിച്ച് കയറ്റിയ പെണ്ണൊരിക്കലും എൻ്റെ ഭാര്യയാവില്ല. നിങ്ങളുടെ മരുമകൾ മാത്രമേ ആകൂ എന്ന് ഞാൻ പലയാവർത്തി ഇവിടെ എല്ലാവരോടും പറഞ്ഞതാ. മറന്നു പോയെങ്കിൽ അതൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കാമേ. ലിയ കയറ്. യാമിയെ ഒരു നോട്ടം കൊണ്ട് പോലും നോക്കാതെ ഒരു പുച്ഛ മനോഭാവത്തോടെ അവൻ ലിയയെ വിളിച്ചുകൊണ്ട് കാറിലേക്ക് കയറിയതും ലിയ നോക്കിയത് യാമിയായിരുന്നു.
വല്ലാത്തൊരു നിശ്വാസത്തോടെ രാജശേഖരനെ നോക്കി നിൽക്കുകയാണവൾ. കാർ സ്റ്റാർട്ടായതും അവൾ കാറിൽ ഇരിക്കുന്നവനെ ഒന്ന് നോക്കി. ലിയ വേഗം യാമിയെ നോക്കിയ അതേ നിമിഷം ശിവയെ നോക്കി. ശിവയുടെ കണ്ണുകളും യാമിയിലാണ്. പക്ഷേ മുഖത്ത് ദേഷ്യമല്ലാതെ മറ്റൊരു ഭാവമാറ്റവുമില്ല. ദേഷ്യത്തിൽ നോക്കുന്നതിൻ്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കെ യാമിയുടെ കണ്ണും മുഖവും അവന് നേർക്ക് കൂർക്കുന്നത് കാണെ ലിയയുടെ കണ്ണിൽ അതിശയമായി. ഇത്രയും ദേഷ്യത്തോടെ അവൻ നിൽക്കുമ്പോൾ അവനെ നോക്കി പേടിപ്പിക്കുന്ന യാമിയുടെ കണ്ണുകൾ. കാർ മുന്നോട്ട് നീങ്ങി കണ്ണിൽ നിന്നും യാമി മറയുവോളം ലിയ നോക്കിയത് യാമിയെ തന്നെയായിരുന്നു. എങ്കിൽ വീടിൻ്റെ ഗേറ്റ് കടന്ന് കാർ റോഡിലേക്ക് കടക്കെ ശിവയുടെ തീ ആളുന്നൊരു നോട്ടം തൻ്റെ നേർക്ക് വന്നത് കണ്ടവൾ ഉള്ളുകൊണ്ട് ഭയന്ന് വിറച്ചുപോയി. അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ നീ? ഇനി നീ നിന്റെ മോന് വേണ്ടി വാദിക്ക്. ഞാൻ മിണ്ടാതിരുന്നത് കേൾക്കാം. അതാണല്ലോ പതിവ്. സുഭദ്രാമ്മയെ കലിയോടെ നോക്കി പറഞ്ഞുകൊണ്ട് ശേഖരൻ റൂമിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അയാളുടെ കണ്ണുകളൊക്കെ ചുവന്ന് കലങ്ങിയിരുന്നു. ശേഖരേട്ട, ഒരു തേങ്ങലോടെയുള്ള വിളിയോടെ സുഭദ്രാമ്മ അയാൾക്ക് പിന്നാലെ ചെന്നു. വെട്ടുപൂത്ത് തന്നെ. അത്രയും തലയെടുപ്പിൽ മാത്രം കണ്ടിട്ടുള്ള ശേഖരനെ അങ്ങനെ മനസ്സ് വിങ്ങിയൊരവസ്ഥയിൽക്കാണ് യാമയൊരു ഞൊടിച്ചിലോടെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ എന്താടാ പ്രശ്നം? അച്ഛൻ്റെ ശബ്ദം ഉയർന്നല്ലോ. കുളി കഴിഞ്ഞിറങ്ങിയ അഭി ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുന്ന അജുവിനെ നോക്കി ഒരു തിടുക്കത്തോടെ ചോദിക്കുന്നതിനൊപ്പം തല തോർത്തിക്കൊണ്ട് റൂമിന് പുറത്തേക്ക് നടന്നു. അച്ഛൻ്റെ ശബ്ദം മാത്രമല്ല, രുദ്രൻ്റെ ശബ്ദം ഉയർന്നു. അത് കേട്ടില്ലേ നീ? രണ്ടാളും കൂടെ ആ ലിയയുടെ പേരിൽ ഒരു തർക്കം. അജ് തീർത്തും നിസ്സാരമായി പറഞ്ഞു. അച്ഛനും രുദ്രനോ? എന്നിട്ട് നീ എന്തെന്നെ വിളിക്കാഞ്ഞത്? അഭി വെപ്രാളത്തോടെ മുന്നോട്ട് നടന്നുകൊണ്ട് ചോദിച്ചു. ഓ, ഇനിയിപ്പോൾ നീ പോയിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞു. പറയേണ്ടതൊക്കെ പറഞ്ഞവൻ എൻ്റെ പാട്ടിന് പോയി. നീ വേഗം റെഡിയാവാൻ നോക്ക്. പുന്നാര അളയാൻ വരുന്നത് കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ ഇങ്ങോട്ട് എത്തണമെന്ന വല്യമ്മയുടെ ഓർഡർ. അജു കളിയും കാര്യവുമായി പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരുക്കം തുടർന്നു. രുദ്രൻ വഴക്കിടുമ്പോൾ അനിയേട്ടൻ ഇല്ലായിരുന്നല്ലോ അവിടെ. അഭി ചോദ്യത്തോടെ അജുവിനെ നോക്കി. അനിയേട്ടൻ ഇന്നല്ലേടാ CFS കമ്പനിയുമായി മീറ്റിംഗ് ഉള്ളത്, മറന്നോ? 8 മണിക്ക് മുന്നേ ആൾ അതിന് പോയിട്ടുണ്ട്. നീ ഒന്ന് വേഗം റെഡിയാവ്, നമുക്കിറങ്ങാം. അജു തിരക്ക് കൂട്ടി. നല്ല 4 ചന്തിക്ക് നോക്കി കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കണമായിരുന്നു. എങ്കിൽ സ്വന്തം അച്ഛൻ്റെ മുഖത്ത് നോക്കി ഇമ്മാതിരി വർത്തമാനം പറയില്ല. യാമി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ കേൾക്കുന്നത് സുമതി ചേച്ചിയുടെ ഈ സംസാരമാണ്. എൻ്റെ സുമതി, നീ ഇതെന്തറിഞ്ഞിട്ടാ? ആ ചെറുക്കം വാങ്ങിക്കൂട്ടിയ തല്ലിൻ്റെ 4-1 പോലും ബാക്കി 3 എണ്ണത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല. അറിയോ നിനക്ക്? ഇപ്പോൾ ഇതാ ചേലെങ്കിൽ മുൻപത്തെ കാര്യം ഒന്ന് ഓർത്ത് നോക്ക് നീ. പണ്ട് തൊട്ടേ കുരുത്തക്കേടാണേ. ഒരിടത്തും അടങ്ങി നിൽക്കില്ല. അതിനെ വളർത്തി വലുതാക്കാൻ പെട്ട പാടൊന്നും ബാക്കി 3 എണ്ണത്തിന് വളർത്താനോ ഉണ്ടായിട്ടില്ല. ഓടിയും ചാടിയും മറിഞ്ഞും കണ്ടവൻ്റെ പറമ്പിലെ മരത്തിൽ കയറിയും തോട്ടിൽ കുളിച്ചും എന്തൊക്കെയായിരുന്നു. ഓരോ ദിവസവും കിട്ടുന്ന തല്ലിന് ഓരോരോ കാരണങ്ങളാണ്. ഉപദേശിച്ചുപദേശിച്ച് മുതലാളിയുടെ തൊണ്ടയിലെ വെള്ളം വറ്റുക എന്നല്ലാതെ ആ ചെറുക്കനുണ്ടോ നന്നാവുന്നു. സരസ്വതിയമ്മ ശിവയുടെയും അബിയുടെയും ഒക്കെ കുട്ടിക്കാലം ഓർത്തെടുത്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കെ മൗനമായി യാമിയും അവർക്കൊപ്പം നിന്നു. വൈകിട്ട് ചായയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് സുഭദ്രാമ്മ പറഞ്ഞു തന്നിട്ടില്ലേ? അതൊക്കെ 4 മണിക്ക് മുന്നേ റെഡി ആവണം കേട്ടോ സുമതി. ഒന്നിനും ഒരു കുറവും വരുത്തേണ്ട. പിന്നെ രാത്രിയിലേക്ക് ബിരിയാണിയും ചപ്പാത്തിയും പൂരിയും മതി. പതിയെ ആ സംസാരം സച്ചവും കുഞ്ഞോളും വരുന്നതിലേക്കായതും യാമി റൂമിലേക്ക് നടന്നു. ലിയ, കമ്പനിക്ക് മുന്നിൽ കാർ നിർത്തിയതും ഒരു പരുങ്ങലോടെ കാറിൽ നിന്നിറങ്ങി മുന്നോട്ട് നടക്കുന്ന ലിയയെ ശിവ അത്രയും ഗൗരവമാർന്ന സ്വരത്തിൽ വിളിച്ചു. ശിവയുടെ ആ ഒരൊറ്റ വിളിയിൽ തന്നെ ലിയയുടെ നെഞ്ചിടിപ്പേറി. വല്ലാത്തൊരു പേടിയോടെ അവൾ അവന് നേർക്ക് തിരിഞ്ഞു നടന്നു. ഡു യു നോ ഹൂ ഷീസ്? അത്രമേൽ രൂക്ഷമായൊരു നോട്ടത്തോടെ ശിവ ചോദിച്ചതും ലിയ അടുത്ത സെക്കൻഡിൽ തന്നെ അറിയാമെന്ന് തലയനക്കി. എങ്കിൽ പറ, അവൾ എൻ്റെ ആരാ? അവൻ അവളുടെ മുഖത്തേക്ക് തറപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചതും ലിയ മറുപടി പറയാതൊരു ക്ഷമാപണത്തോടെ അവനെ നോക്കി. ടെൽ മീ, ഹൂ ഈസ് ഷീ ഫോർ മീ? ഗൗരവം ഒട്ടും കുറയ്ക്കാതെ ശിവ ചോദ്യം ഒന്നുകൂടെ ആവർത്തിച്ചു. സാറിൻ്റെ വൈഫാണ്. ലിയ അവന് മുന്നിൽ ആകെ വിയർത്തു കുളിച്ചുപോയി. ദെൻ വാട്ട്സ് റോങ് വിത്ത് യു? കാറിൻ്റെ ഡാഷ്ബോർഡിൽ ആഞ്ഞൊന്ന് തല്ലിക്കൊണ്ടവൻ ചോദിച്ചതും ലിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി. നിന്റെ കണ്ണീര് കാണാനല്ല ഞാൻ ചോദിച്ചത്, മറുപടി പറ. സോറി സർ, ഐ എം റിയലി സോറി. അറിയാതെ പറ്റിപ്പോയതാ, ലിയ ഒരു വെപ്രാളത്തോടെ അവനോട് പറഞ്ഞു. വിശദീകരണമൊന്നും എനിക്ക് വേണ്ട. വീട്ടിലെന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നീ പറയാതെ തന്നെ എനിക്കിപ്പോൾ മനസ്സിലാക്കാം. ദിസ് ഈസ് മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ്. ഇനിയൊരിക്കൽ നിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാൽ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ നിന്നോട് സംസാരിക്കുക. ആൻഡ് വൺ മോർ തിങ്, ഷീ ഈസ് മൈ വൈഫ്, മിസ്സിസ് യാമി ശിവരുത്.
എനിക്ക് നൽകുന്ന എല്ലാ മര്യാദയും റെസ്പെക്റ്റും അവൾക്കും നൽകാൻ നീ ബാധ്യസ്ഥയാണ്. യു ഡോണ്ട് ഹാവ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് മൈ ഫാമിലി ഇഷ്യൂ. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ജസ്റ്റ് മൂവ് ഓൺ വിത്ത് യുവർ ജോബ്. ഗോട്ട് ഇറ്റ്? ശിവ അത്രയും മൂർച്ചയായ ഒരു നോട്ടത്തോടെ അവളോട് ചോദിക്കെ ലിയ തല കുനിച്ചുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. എന്നാൽ അതൊന്നും നോക്കാൻ പോലും നിൽക്കാതെ ശിവയുടെ കാർ മുന്നോട്ട് കുതിച്ചിരുന്നു. ശേഖരൻ അന്ന് പുറത്തെങ്ങോട്ട് പോയില്ലെങ്കിലും വൈകിട്ട് 3 മണിയോടെയാണ് അനിയും അവിയും മജുവും ഒക്കെ വീട്ടിലേക്ക് തിരികെ എത്തിയത്. അവർ വീട്ടിലേക്ക് കയറി ഹാളിലെ സോഫയിൽ ഇരിപ്പുറപ്പിച്ചതും ശിവയുടെ കാർ പോർച്ചിൽ വന്ന് നിന്നതും ഒരുമിച്ചായിരുന്നു. എല്ലാവർക്കും ജ്യൂസുമായി വന്ന യാമി ശിവ വന്നതറിഞ്ഞ് മെയിൻ ഡോറിന് നേർക്കൊന്ന് നോക്കിയെങ്കിലും അകത്തേക്ക് കടന്നു വരുന്നവൻ്റെ നിഴലനക്കം കാണെ അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. അവരൊക്കെ അവിടെ ചിരിയും കളിയും സംസാരവും ഒക്കെ ആയി ഇരിക്കുന്നത് കണ്ടിട്ടും അവരെയൊന്നും നോക്കുക പോലും ചെയ്യാതെ ശിവ നേരെ റൂമിലേക്ക് നടന്നു. തങ്ങളെ കടന്നൊന്നും മിണ്ടാതെ പോകുന്ന ശിവയെ കണ്ടതും അബിയും മനിയും മെല്ലെ സൈലൻ്റായി അച്ഛനെയൊന്ന് നോക്കി. ശേഖരൻ പക്ഷേ ശാന്തമായൊരു ഭാഗത്തിൽ അവർക്കിടയിൽ ഇരിക്കുകയായിരുന്നു. അവരിപ്പോൾ തന്നെ വരില്ലേ അമ്മേ? അപ്പോഴത്തെ ആ വല്ലായ്മ നീക്കാൻ എന്നോണം അബി അമ്മയോട് ചോദിച്ചു. 4 മണിയാവുമെന്ന കുറച്ചു മുന്നേ യാമി വിളിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങെത്തും. സുഭദ്രാമ്മ അവർക്കൊപ്പം ഇരുന്ന് മെല്ലെ പറഞ്ഞതും യാമി നേരെ അടുക്കളയിലേക്ക് നടന്നു. ദാ ഇത് നിന്റെ നല്ലവനായ ആ ഭർത്താവിനും കൂടെ കൊണ്ട് കൊടുത്തിങ്ങ് പോരെ. എനിക്ക് വയ്യ ആ പഴടി കയറിപ്പോകാൻ. ഒരു ഗ്ലാസ് ജ്യൂസ് യാമിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് സരസ്വതിയമ്മ പറയെ യാമി ഒരു ചിരിയോടെ ആ ജ്യൂസ് ഗ്ലാസുമായി റൂമിലേക്ക് നടന്നു. അടുത്ത അംഗം ഇപ്പോൾ കേൾക്കാം. പടികൾ കയറി പോകുന്ന യാമിയെ കാണി അജു അഭിയോടായി മെല്ലെ പറഞ്ഞതാണെങ്കിലും അവിടെ ഇരുന്നവരൊക്കെ അത് കേട്ടിരുന്നു. സത്യത്തിൽ ജ്യൂസുമായി യാമി പോകുന്നത് കണ്ടപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ അത് തന്നെയായിരുന്നു ചിന്ത. അതുകൊണ്ട് തന്നെ അജുവിൻ്റെ ആ വാക്കുകൾ അവർക്കിടയിൽ തീർത്തും സ്വാഭാവികമായി നിന്നു. ചാരിയിട്ട ഡോർ തുറന്ന് യാമി മെല്ലെ റൂമിലേക്ക് കയറിയതേ കണ്ടു. ധരിച്ചിരുന്ന ഷൂ പോലും അഴിച്ചു മാറ്റാതെ ബെഡിൽ മലർന്ന് കിടക്കുന്നവനെ. എന്താണ് മിസ്റ്റർ ശിവരുത്, പതിവില്ലാത്തൊരു ക്ഷീണം? യാമി ഒരു ചോദ്യത്തോടെ ജ്യൂസ് ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചവൻ്റെ അടുത്തേക്ക് ചെന്നെങ്കിലും ശിവ ഒന്നും മിണ്ടാതെ കണ്ണടച്ച് കിടക്കുക മാത്രം ചെയ്തു. രാവിലത്തെ അങ്കംവെട്ടിൻ്റെ ക്ഷീണമാണോ ഈ കിടപ്പ്? യാമി അവൻ്റെ അരികിൽ ചെന്നിരുന്ന് കാലിലെ ഷൂ അഴിച്ച് താഴേക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു. അതറിഞ്ഞെന്നോണം ശിവ കണ്ണുകൾ പതിയെ തുറന്നവളെ നോക്കി. വിരോധമില്ലെങ്കിൽ കുറച്ചു നേരം എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റുമോ എൻ്റെ ഭാര്യയ്ക്ക്? അവൻ അവളെ നോക്കി മെല്ലെ ചോദിച്ചതും യാമി അവനെ നെറ്റിച്ചുളിച്ച് വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. അയ്യടാ, ചില്ലറ മോഹമൊന്നും അല്ലല്ലോ എൻ്റെ ഭർത്താവിന്. യാമി കെറുവോടെ അവനെ നോക്കി ചോദിച്ചതും ശിവ കണ്ണടച്ച് കിടന്ന് മെല്ലെ ചിരിച്ചുപോയി. കുറച്ചു നേരം മതിയടി മാമി, ഒരു ടൈറ്റാക്ക്. ശിവ അവളെ നോക്കാതെ ചിരിയോടെ തന്നെ പറഞ്ഞു. അതിന് നിന്നെ ടൈറ്റായി കെട്ടിപ്പിടിച്ച് കിടക്കാനല്ല എന്നെ എൻ്റെ അമ്മായിയച്ഛൻ ഈ വീട്ടിലേക്ക് കൈ പിടിച്ച് കയറ്റിയത്. തൽക്കാലം പൊന്നും മോനും വേണ്ടാത്ത മോഹങ്ങളൊക്കെ ചുരുട്ടി കൂട്ടി എറിഞ്ഞ് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കുടിക്ക്. അമ്മയും സച്ചുവേട്ടനും ഇപ്പോൾ വരും. യാമി അവൻ്റെ കാലിലെ ഷോക്സ് കൂടെ അഴിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും തൻ്റെ കാലിനരികിലായി നിൽക്കുന്നവളെ അവൻ തൻ്റെ 2 കാലുകൾ കൊണ്ടും ലോക്ക് ചെയ്ത് ബെഡിലേക്ക് തൻ്റെ തൊട്ടരികിലേക്കായി മറിച്ചിട്ടത് നിമിഷങ്ങൾ കൊണ്ടാണ്. അമ്മ, തീരെ പ്രതീക്ഷിക്കാത്തൊരു നീക്കമായതുകൊണ്ട് തന്നെ യാമി ആദ്യം അല്പം ശബ്ദത്തിലൊന്ന് ഒച്ച വെച്ചതും ശിവയെ അവളുടെ വാ പൊത്തി പിടിച്ചു. നിലവിളിക്കാത്തൊരു കിടക്കെ, എല്ലാം കൂടെ ഇങ്ങോട്ട് ഓടി വരും. ശിവ അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞതും യാമി അവനെ നോക്കി കണ്ണുരുട്ടി. എനിക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാനല്ലെങ്കിൽ പിന്നെ അങ്ങേര് എന്തിനാണ് നിന്നെ എൻ്റെ ഭാര്യ ഈ വീട്ടിലും എൻ്റെ റൂമിലും സ്ഥാനം തന്നു നിർത്തിയത്? തൻ്റെ ദേഹം അമരുന്ന ഭാരത്തിൽ ഒരു ഞരുക്കത്തോടെ തന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നവളെ നോക്കി അവനൊരു ചോദ്യോടെ ചോദിച്ചു. ഇനി വിടട പാട്ടി, എന്തൊരു വെയിറ്റാ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. യാമി അവൻ്റെ തോളിൽ പിടിച്ച് പിന്നോട്ട് തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഒത്തിരി വെയിറ്റ് ഉണ്ടോടി മാമി? ശിവ വല്ലാത്തൊരു ചിരിയോടെ അവളിലേക്ക് കൂടുതൽ തൻ്റെ ദേഹം ചായച്ചുകൊണ്ട് ചോദിച്ചു. പിന്നല്ലാതെ, ഒരു കാട്ടുപോത്തിൻ്റെ അടിയിൽ പെട്ടതുപോലുണ്ട്. മാറിക്കേ, ഇല്ലേ ഞാനിപ്പോൾ ശ്വാസം മുട്ടി ചത്തുപോകും. യാമി ഒരു ഞെടുക്കത്തോടെ പറഞ്ഞു. അത്ര പെട്ടെന്നൊന്നും എൻ്റെ ഭാര്യയെ ഞാൻ ചാവാൻ സമ്മതിക്കില്ല. ശ്വാസം എത്ര വേണമെങ്കിലും ഞാൻ ഫ്രീ ആയി തരില്ലേ നിനക്ക്? ഇപ്പോൾ ശ്വാസം മുട്ടുന്നുണ്ടോ? പറ, ഞാൻ തരാം. അവളുടെ അതരം ലക്ഷ്യമാക്കി മുഖം കുനിച്ചുകൊണ്ടവൻ രഹസ്യമായി ചോദിച്ചു. മാറട കൊരങ്ങ. അമ്മ. യാമി അല്പം ഉച്ചത്തിൽ അമ്മയെ വിളിച്ചു. കാറി കൂവാതടി, എല്ലാം കൂടെ ഇങ്ങോട്ട് കയറി വന്ന സീൻ മാറുവേ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ശിവ അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഞാൻ ഒച്ച വെക്കേണ്ടെങ്കിൽ മാറ്, എനിക്ക് പോകണം. അറിയാലോ, താഴെ എല്ലാവരും ഉണ്ട്. യാമി ഒരു ഭീഷണി പോലെ അവനോട് പറഞ്ഞു. കാലുകളാൽ ഇപ്പോഴും തന്നെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നവൻ്റെ ദേഹത്തേക്ക് കൂടുതൽ അമർന്നു പോകുന്നുണ്ടെന്ന് പലപ്പോഴും. ദൃഢമായ നെഞ്ച് തൻ്റെ മാറിൽ അമരുന്ന ഓരോ നിമിഷവും അവളുടെ ഹൃദയതാളം വല്ലാതെ പിഴഞ്ഞു മുറുകുന്നു.
പുറമേ കാണിക്കുന്ന ഈ ദേഷ്യത്തിനെയും ഇഷ്ടക്കേടിനെയും ഒക്കെ പിന്തള്ളി തൻ്റെ പ്രണയം തന്നെ വല്ലാതെ തളർത്തുന്നു. ഇത്രയും നാൾ ഈ റൂമിൽ ഒരുമിച്ച് ജീവിച്ചിരുന്നിട്ട് കൂടെ തനിക്കിന്ന് ആദ്യമായിരുന്നു അവൻ്റെ മണവും ചൂടും ശ്വാസവും എല്ലാം. ഇന്നവൾക്ക് അത്രമേൽ പരിചിതമാകുന്നത് പോലെ. എത്ര അടക്കി പിടിച്ചിട്ടും ഈ വെട്ടുപോത്തും അവൻ്റെ സ്നേഹവും ദേഷ്യവും എല്ലാം തൻ്റെ സ്വന്തമാണെന്നൊരു ആനന്ദത്തിൽ ഹൃദയം മുങ്ങിപ്പോകുന്നു. കയ്യിൽ മാരകായുധങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് ഇത് തന്നെ വേണം. ബലം പ്രയോഗിക്കുന്ന അവളുടെ ഇരു കൈകളും തൻ്റെ കൈകളാൽ പിടിച്ചു വെച്ച് കൊണ്ടവൻ അവളുടെ അധരങ്ങൾക്ക് അത്രമേൽ അടുത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചൊരു സ്വകാര്യം പോലെ അവളോട് പറഞ്ഞതും യാമി മിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. പിന്നെ അടുത്ത നിമിഷം തന്നെ അതിന് സമ്മതിക്കില്ലെന്ന പോലെ ചുണ്ടുകൾ ശക്തമായി കൂട്ടിപ്പിടിച്ചു. കളിക്കല്ല മാമേ, ഒറ്റ തവണ അത് മതി, പിന്നെ ചോദിക്കില്ല. ശിവ ഒരു കണ്ണു കൂർപ്പിക്കലോടെ അവൻ്റെ മുഖം അവളുടെ മുഖത്തിന് നേർക്ക് നേരെ മെല്ലെ അമർത്തി. ചുണ്ടുകൾ കൂട്ടി പിടിച്ചതിനൊപ്പം യാമി അവളുടെ കണ്ണുകൾ കൂടെ ഇറുക്കി അടച്ചുപോയി. ആ നിമിഷം മൃദുലമായ അവളുടെ മൂക്കിൻ തുമ്പിലും മേൽചുണ്ടിനും മേലെയും കീഴ്ചുണ്ടിന് താഴെയും താടിയെല്ലുമായി അവൻ്റെ താടിയും മീശയും വല്ലാത്തൊരു രാഗത്തോടെ അമർന്നു നിന്നു. തൻ്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് തോന്നിപ്പോയി യാമിക്ക്. അത്രയും വേഗത്തിൽ ഉച്ചത്തിൽ ഹൃദയം മിടിക്കുന്നു. ഒന്ന് പിടഞ്ഞു മാറാനുള്ള കരുത്ത് പോലും ഇല്ലാതെ അവൾ ആകെ തണുത്തുറഞ്ഞു പോയതുപോലെ കിടന്നു പോയി. യാമി. താഴെ നിന്നും ചെറിയ ടെൻഷനോടെയുള്ള സുഭദ്രാമ്മയുടെ വിളി കേട്ടപ്പോഴാണ് ഒരു പിടച്ചിലോടെ അവൾ അവനിൽ നിന്നും ശക്തമായെന്ന് കുതറിയത്. ശിവ അവളിൽ നിന്നും മുഖം അകറ്റാതെ തന്നെ കണ്ണു തുറന്ന് അവളുടെ കണ്ണിലേക്ക് നോക്കി. ഒരു മൽപ്പിടുത്തത്തിൻ്റെ എല്ലാ അവശതയോടെയും കിതപ്പോടെയും അവൾ അവനെ അല്പം രൂക്ഷമായി നോക്കി. അവളുടെ ദേഷ്യം കാണെ ശിവയുടെ ചുണ്ടിലെ ചിരി കൂടുതൽ വിടർന്നു. പിന്നെ അടുത്ത നിമിഷം തന്നെ അവൻ മുഖമുയർത്തി അവളുടെ കവിളിലേക്ക് അവൻ്റെ മുഖം അമർത്തി. അതൊരിക്കലും ഒരു ചുംബനമല്ല, പക്ഷേ ഒരു ചുംബനം പങ്കുവെക്കുന്നതിലും കൂടുതലായി എന്തോ അവളുടെ ഹൃദയത്തിലേക്ക് കൈമാറുന്നത് പോലെ. മോളെ. സുഭദ്രാമ്മ വീണ്ടും വിളിച്ചു. യാമയുടെ വിളി എന്തോ കേട്ട പോലെ അവിടെ എല്ലാവർക്കും തോന്നിയിരുന്നു. രണ്ടാളും കൂടെ റൂമിൽ വഴക്കാണ് എന്നൊരു പേടിയോടെയാണ് അവരുടെ ആ വിളി. ശിവമെല്ലെ അവളിൽ നിന്നും എഴുന്നേറ്റൊരു കള്ളച്ചിരിയോടെ അവൻ്റെ താടിയും മുടിയും ഒക്കെ ഒന്ന് ഒതുക്കി. ഹോ, നീ എന്നെ കൊല്ലു ദുഷ്ട. ശ്വാസം തിരിച്ചു കിട്ടിയതുപോലെ നെഞ്ചിൽ കൈവച്ച് കൊണ്ടവനെ നോക്കി ചൊടിയോടെ ചോദിച്ചുകൊണ്ട് യാമിയും ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു പ്ലാൻ എനിക്കില്ല. പക്ഷേ ഈ റൂമിൽ എൻ്റെ ഭാര്യയല്ലാതെ അമ്മായിയച്ഛൻ്റെ മരുമകളായി എൻ്റെ നേർക്ക് വന്ന ചിലപ്പോൾ ഞാൻ കൊന്നിരിക്കും. ആകെ അലങ്കോലമായ യാമിയുടെ മുടിയിഴകൾ മെല്ലെ ഒതുക്കി വെച്ചുകൊണ്ട് അതുവരെ ഇല്ലാത്തൊരു ഗൗരവത്തോടെ അവൻ അവളോട് പറഞ്ഞു. ആഹാ, എന്നെ എൻ്റെ മോൻ സംശയം കളയണ്ട, എന്നെ അങ്ങ് കൊല്ല്. എന്നെ അംഗീകരിക്കാത്ത നിൻ്റെ ഭാര്യയാവുന്നതിലും എനിക്കിഷ്ടം എനിക്ക് വേണ്ടി സംസാരിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ അമ്മായിയച്ഛൻ്റെ മരുമകളാവുന്നതാണ്. യാമിയെ ചൂടിയോടെ പറഞ്ഞുകൊണ്ട് അവനെ കടന്ന് മുന്നോട്ട് നടന്നു. എന്തോ അത് കേട്ടതും ശിവയുടെ മുഖം വല്ലാതെ കനത്തു. അവനൊരു വേഗത്തിൽ അവൾക്കടുത്തേക്ക് ചെന്ന് അവളുടെ കൈ പിടിച്ച് അവനെ നേർക്ക് തിരിച്ചു നിർത്തി. ഈ കാണിക്കുന്ന അംഗീകാരവും സംരക്ഷണവും സ്നേഹമൊക്കെ വേണമെങ്കിലും അങ്ങേര് തിരിച്ചെടുക്കും. അത് പ്രതീക്ഷിച്ച് മുന്നോട്ട് ജീവിച്ച നിനക്ക് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അവളെ നോക്കി ഒരു അസ്വസ്ഥതയോടെ അവൻ പറഞ്ഞു. ഞാൻ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ശിവ. അങ്ങനെ ഒരു പ്രതീക്ഷ ഒരു ബന്ധത്തിലും വെക്കേണ്ടതില്ലെന്ന് എൻ്റെ അമ്മയുടെ മരണത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയതാ. നോവ് കലർന്നൊരു ചിരിയോടെ യാമി അവൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് നടക്കാനാഞ്ഞതും ശിവയെ അവളെ നെഞ്ചിലേക്ക് തന്നെ വലിച്ചടുപ്പിച്ചു. ഇനി എന്താ എന്ന പോലെ യാമി അവനെ സംശയത്തോടെ നോക്കി. കുറച്ചു മുമ്പ് ആ മുഖത്തുണ്ടായിരുന്ന ചിരിയോ ഭാവമോ അല്ല അവൻ്റെ മുഖത്തിപ്പോൾ. പഴയ പോലെ ദേഷ്യമൊറ്റു നിൽക്കുന്നൊരു ഭാവം. അവരൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നില്ലേ? ഒരു കൈ കൊണ്ട് ഡോറിൻ്റെ ലോക്ക് തുറന്നു കൊണ്ടവൻ അവളോട് ചോദിച്ചു. യാമി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മൂളി. ശിവയുടെ നോട്ടം അവൾ കൊണ്ടുവച്ച ജ്യൂസ് ഗ്ലാസ്സിലേക്കായി. പിന്നെ യാമിയൊന്ന് നോക്കിക്കൊണ്ടവൻ ആ ഗ്ലാസ് എടുത്ത് അതിൽ നിന്നും പകുതിയോളം ജ്യൂസ് കുടിച്ചു. എന്തോ ഒരു പന്തികേട് അവൻ്റെ മുഖം കാണെ തോന്നിയത് കൊണ്ട് തന്നെ യാമി അവനെ തന്നെ സംശയത്തോടെ നോക്കി നിന്നു. അടുത്ത നിമിഷം അവൻ ആ ഗ്ലാസ് റൂമിന് പുറത്തേക്ക് ശക്തമായി എറിഞ്ഞതും യാമി ഒരു ഞെട്ടലോടെ അവനെ നോക്കി. അത്രയും നേരം പല സംസാരത്തിൽ മുഴുകിയിരുന്നവരുടെ മനസ്സ് പ്രതീക്ഷിച്ചതുപോലെ ഒറ്റ സെക്കൻഡിൽ ചിതറിത്തെറിച്ച ആ ചില്ല് ഗ്ലാസിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു. നിന്നോട് പല ആവർത്തി പറഞ്ഞതല്ലേടി എൻ്റെ ഭാര്യ ചമയാൻ വരരുതെന്ന്. അത്രയും ദേഷ്യത്തോടെയുള്ള ശിവയുടെ ചോദ്യം. അവൻ്റെ കൈക്കുള്ളിലായി നിന്ന് യാമി അറിയാതെയൊന്ന് വെട്ടിവിറച്ചു പോയി. ദേ നോക്ക്, അവസാനമായി ഞാൻ പറയാം, ഇനി മേലാൽ എൻ്റെ കാര്യങ്ങളിൽ നീ ഇടപെടരുത്. ഞാൻ തിന്നുകയോ കുടിക്കുകയോ എന്തായാലും അതെൻ്റെ കാര്യമാണ്. നീ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? ഭയന്നൊരു നോട്ടത്തോടെ തന്നെ നോക്കുന്നവളോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ പറഞ്ഞതും യാമി സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു. താഴെ ശേഖരൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി തുടങ്ങുമ്പോൾ
ഇവിടെ യാമിയുടെ കണ്ണുകൾ തൻ്റെ അരികെ നിൽക്കുന്നവനെ നോക്കി ദഹിപ്പിച്ചു. അഭിയും അനിയും എന്ത് വേണമെന്നറിയാതെ വല്ലായ്മയിൽ നിൽക്കുമ്പോൾ അജു ശിവയുടെ വാക്കുകൾ അത്രയും സൂക്ഷ്മതയോടെ കാതോർത്തു. പറയടി, ഞാൻ പറയുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? തന്നെ നോക്കി കണ്ണുരുട്ടുന്നവളിലെ പിടുത്തം ഒന്ന് മുറുക്കിക്കൊണ്ടവൻ ദേഷ്യത്തോടെ ചോദിച്ചതും യാമി മറ്റൊന്നും ചിന്തിച്ചില്ല. അവൻ്റെ നെഞ്ചത്തേക്ക് മുഖം അമർത്തി അവിടെ നല്ലൊരു കടി വെച്ച് കൊടുത്തു. ശിവ വേദന കൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ച് പല്ല് ഞെരിച്ചു പോയി. ഇനി എൻ്റെ കൈ കൊണ്ടൊരു തുള്ളി വെള്ളം ഞാൻ തരില്ല, നോക്കിക്കോ. ശിവ അവളെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി മുഖം ചുളിച്ച് നെഞ്ചൊഴിഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കി യാമി അത്രയും ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും താഴേക്കുള്ള പടികൾ ഇറങ്ങി. അവളുടെ ആ വാക്കുകൾ ഹൃദയത്തിൽ എവിടെയോ ഒന്ന് കൊളുത്തി വലിച്ചെങ്കിലും താൻ അവളെ തള്ളിപ്പറയും വിധമൊന്നും ഇല്ല ആ വാക്കുകളുടെ മൂർച്ചയെന്ന് ഓർത്തവൻ ഷർട്ടിൻ്റെ ബട്ടൺസ് അയച്ച് കണ്ണാടിക്ക് മുന്നിലേക്ക് നിന്നു. തുന്നിക്കൂട്ടിയ ആ ചുവന്ന മുറിപ്പാടിന് ചുറ്റുമായി അവളുടെ പല്ലുകൾ കൂടെ പാട് തീർത്തിരിക്കുന്നു. അവൻ ആ പാടുകളിൽ മെല്ലെയൊന്ന് തഴുകി. പിന്നെ കുഞ്ഞൊരു ചിരിയോടെ നേരെ ബാത്റൂമിലേക്ക് കടന്നു. താഴെ ശിവയെ ചോദ്യം ചെയ്യാനായി മുതിർന്ന ശേഖരനെ കുഞ്ഞോളും സച്ചുവും വരുന്ന നേരമാണിപ്പോൾ. ഒരു വഴക്ക് വേണ്ടെന്ന് പറഞ്ഞ് സുഭദ്രമ്മ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അത്രയും നേരം തന്നോട് കാണിച്ച സ്നേഹം മുഴുവൻ ഏതോ ഒഴുക്കിൽ പെട്ടിട്ടുണ്ടായ പോലെ യാമിയുടെ മനസ്സ് ശൂന്യമായി. ഒരു വശം തന്നോടുള്ള അവൻ്റെ സ്നേഹം അറിയുന്നുണ്ട് എങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മരിക്കേണ്ടി വന്നാലും തന്നെ ഭാര്യയായി അംഗീകരിക്കില്ലെന്ന് ആവർത്തിച്ച് പറയുന്നവൻ്റെ വാക്കുകൾ അവളെ ദിശയറിയാതെ നടുക്കടലിൽ പെട്ടുയർന്ന തോണി പോലെയാക്കി. അംഗീകരിക്കാൻ കഴിയാത്തവൻ പിന്നെ എന്തിന് തന്നെ സ്നേഹിക്കുന്നതായി ഭാവിക്കുന്നു? ആരും അറിയാതെ തന്നോട് കാണിക്കുന്ന അവൻ്റെ സ്നേഹത്തെ താൻ എങ്ങനെ അംഗീകരിക്കും? മറ്റുള്ളവർ ഈ ബന്ധത്തെ എങ്ങനെ കാണും? യാമി അസ്വസ്ഥതയോടെ ഓർത്തുകൊണ്ട് താഴെ അടുക്കളയിലേക്ക് നടക്കെ അവിടെ അവളെ നോക്കിയിരുന്നവരെ ആരെയും ശ്രദ്ധിച്ചില്ല. തൻ്റെ ജീവിതത്തെ ഓർത്ത് കാട് കയറുന്ന ആലോചനകൾ. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും താനെന്ന പെണ്ണിൽ എല്ലാ അർത്ഥത്തിലും സ്ഥാനം ഉറപ്പിക്കുന്ന അവൻ്റെ പ്രവൃത്തികൾ. അവനോട് അകലണോ അടുക്കണോ എന്നറിയാതെ അവളുടെ ഹൃദയം വലിഞ്ഞുപോയി.